ഓക്കെ, ഗുഡ് ഈവനിങ്. ഓക്കെ, അപ്പോൾ PYQ ഡിസ്കഷനാണ്. മാത്സിൻ്റെ നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക, ചോദ്യം ശ്രദ്ധിക്കുക. ഋഷഭ് ബോട്ട് സം ടീഷർട്ട്സ് at 3-4 rupees 252 and sold them at 5-4 rupees 200. ഫൈൻഡ് ഹിസ് ഗെയിൻ. ഫസ്റ്റ് ചോദ്യം ശ്രദ്ധിക്കുക, എളുപ്പമുള്ള ചോദ്യമാണ്. ഓക്കെ, അതായത് ഋഷഭ് ബോട്ട് some t-shirts at 3-4 rupees 252 and sold them at 5-4 rupees 200. Find his gain or loss percentage. അതായത് 3 ടീഷർട്ട് 252 രൂപയ്ക്ക് വാങ്ങുന്നു, എന്നിട്ട് 5 ടീഷർട്ട് 200 രൂപയ്ക്ക് വിൽക്കുന്നു എങ്കിൽ ഗെയിൻ ആണോ ലോസ് ആണോ എത്ര പെർസെൻറ്റേജ്, ഇതാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ കാര്യം കണ്ടിട്ടുണ്ട്. ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ നിങ്ങൾക്കറിയാം. 252 രൂപയ്ക്ക് 3 ടീഷർട്ട് വാങ്ങുന്നു. അപ്പോൾ വാങ്ങിയ വില വിറ്റ വില ഇത് വെച്ചുകൊണ്ടാണ് ഗെയിൻ ഓർ ലോസ് എടുക്കുന്നത്. ഇവിടെ പക്ഷേ ശ്രദ്ധിക്കാനുണ്ട്, ഇവിടെ വാങ്ങിയ വില 252 രൂപയാണ് അല്ലേ, വിറ്റ വില 200 രൂപയാണ്. പക്ഷേ ഈ 252 രൂപയും 200 രൂപയും എടുത്തുകൊണ്ട് പ്രോഫിറ്റ് ലോസ് നിർണ്ണയിക്കാനോ അത് കണ്ടുപിടിക്കാനോ ഒക്കില്ല. കാരണം അതിൻ്റെ റീസൺ എന്ന് വെച്ചാൽ നമുക്കിവിടെ തന്നിരിക്കുന്നത് എന്താണ്, അത് വാങ്ങിയ വിലയും വിറ്റ വിലയാണ്. പക്ഷേ ക്വാണ്ടിറ്റി വ്യത്യാസമാണ്. ക്വാണ്ടിറ്റി എന്ന് വെച്ചാൽ അത് തൂക്കമാകാം എണ്ണമാകാം അല്ലേ. ഇവിടെ എണ്ണമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ എണ്ണം വ്യത്യസ്തമാണ്. 3 ഷർട്ടിൻ്റെ വാങ്ങിയ വിലയും 5 ഷർട്ടിൻ്റെ വിറ്റ വിലയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ വാങ്ങിയ സാധനങ്ങളുടെ എണ്ണവും വിറ്റ സാധനങ്ങളുടെ എണ്ണവും വ്യത്യസ്തമാണ്. അപ്പോൾ നമുക്കിവിടെ എന്ത് ചെയ്യണം, ഒരേ ക്വാണ്ടിറ്റിയിലുള്ള ഒരേ എണ്ണത്തിലുള്ള വാങ്ങിയ വിലയും വിറ്റ വിലയാണ് വേണ്ടത്. അപ്പോൾ അതാണ് നമുക്ക് വേണ്ടത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല തന്നേക്കുന്നത്, അതാണ് ശ്രദ്ധിക്കാനുള്ളത്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന എണ്ണം വ്യത്യസ്തമായതുകൊണ്ട് ആ വ്യത്യസ്തമായ എണ്ണം അല്ലെങ്കിൽ തൂക്കമാണെങ്കിൽ തൂക്കം അവിടെ നോട്ട് ചെയ്യണം. അപ്പോൾ 3 ഷർട്ടിൻ്റെ വാങ്ങിയ വിലയാണ് തന്നിരിക്കുന്നത്. ഓക്കെ, 5 ഷർട്ടിൻ്റെ വിറ്റ വിലയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് ചോദ്യത്തിൽ തന്നിരിക്കുന്ന 252 200 എടുക്കാതെ ക്വാണ്ടിറ്റി തുല്യമാക്കിയതിന് ശേഷമുള്ള വാങ്ങിയ വിലയും വിറ്റ വില എഴുതണം. എന്നിട്ട് ഇത് കണ്ടുപിടിക്കണം. അപ്പോൾ 3 എണ്ണത്തിൻ്റെ വാങ്ങിയ വില 252 ആണെങ്കിൽ ഒരെണ്ണത്തിൻ്റെ വാങ്ങിയ വില 252/3 എനിക്കത് ഡിവിഷൻ നടത്തുമ്പോൾ ഫ്രാക്ഷൻ വരാത്തതുകൊണ്ടാണ് ഞാനിങ്ങനെ ഡിവൈഡ് ചെയ്യുന്നത്. ഫ്രാക്ഷൻ വരികയാണെങ്കിൽ ഞാൻ ക്രോസ് മൾട്ടിപ്ലൈ ആണ്, നിങ്ങൾക്കറിയാം ആ മെത്തേഡൊക്കെ. അപ്പോൾ ഇവിടെ 3 എണ്ണത്തിൻ്റെ വാങ്ങിയ വില 252. അപ്പോൾ ഒരെണ്ണത്തിൻ്റെ വാങ്ങിയ വില കിട്ടണമെങ്കിൽ 252 3 കൊണ്ട് ഹരിച്ചാൽ മതി. നിങ്ങൾ നോക്കിയാൽ 3 കൊണ്ട് ഹരിക്കുമ്പോൾ 252/3. കാരണം 3 കൊണ്ട് ഹരിക്കാൻ പറ്റുമെന്ന് എനിക്ക് നേരത്തെ മനസ്സിലായി. കാരണം 252 അക്കങ്ങൾ കൂട്ടിയാൽ 5 + 2 + 2 9 കിട്ടും. 3ൻ്റെ മൾട്ടിപ്പിളാണ്. അതുകൊണ്ട് വെട്ടി ചെറുതാക്കാം. ഇതാണെങ്കിൽ 200നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. പൂർണ്ണസംഖ്യ കിട്ടുന്നത്, ഇൻറ്റിജറാണ് കിട്ടുന്നത്. ഓക്കെ, അതുകൊണ്ട് മാറ്റി 3 ക്യാൻസൽ ചെയ്ത് 1 3 3 8 3 24 25 24 പോയ 1 കിട്ടി, 12 വന്നു, 4 3 12. അപ്പോൾ നമുക്ക് വാങ്ങിയ വില 84 രൂപയാണ്. എത്ര എണ്ണത്തിൻ്റെ? ഒരെണ്ണത്തിൻ്റെ വാങ്ങിയ വില. ഓക്കെ, ഒരെണ്ണത്തിൻ്റെ വാങ്ങിയ വില. ഇതേപോലെ തന്നെ നമുക്ക് വിറ്റ വിലയും ഒരെണ്ണത്തിൻ്റെ കണ്ടുപിടിക്കാം. കാരണം 5 എണ്ണം വിൽക്കുന്നത് 200 രൂപയ്ക്ക്. അപ്പോൾ ഒരെണ്ണത്തിൻ്റെ വിറ്റ വില എത്ര? 200/5 അല്ലേ, വളരെ എളുപ്പമാണ്. 4 5 20 40. അപ്പോൾ എന്തായി? ഒരെണ്ണത്തിൻ്റെ വിറ്റ വില 40 ആയി. ഒരെണ്ണത്തിൻ്റെ വിറ്റ വില ഓക്കെ 40 ആയി. ഇനി നമുക്ക് നോക്കാം. ഇനി നോക്കിയേ, ഒരെണ്ണത്തിൻ്റെ വാങ്ങിയ വില, ഒരെണ്ണത്തിൻ്റെ വിറ്റ വില, എണ്ണം തുല്യമായി. തുല്യമായ എണ്ണത്തിലുള്ള വാങ്ങിയ വിലയും വിറ്റ വിലയും കിട്ടി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കുക, വാങ്ങിയ വില 84, വിറ്റ വില ചെറുത്. വാങ്ങിയ വില വലുത്, വിറ്റ വില ചെറുത്. അതുകൊണ്ട് കച്ചവടത്തിൽ നഷ്ടമായിരിക്കും. അപ്പോൾ നഷ്ടശതമാനം എത്ര? നഷ്ടശതമാനം = ലോസ് പെർസെൻറ്റേജ് = നഷ്ടം എത്ര രൂപയാണ്? 84 - 44 അല്ലേ, നഷ്ടം 44 രൂപയാണ്. അത് എത്ര ശതമാനം എന്ന് കണ്ടുപിടിക്കണമെങ്കിൽ റെഫറൻസ് ആയിട്ട് എന്തെടുക്കണം? വാങ്ങിയ വില എടുക്കണം. വാങ്ങിയ വില ഇവിടെ 84 ആണ്. അപ്പോൾ 44/84 × 100. ഇതാണ് ഉത്തരം. ശരിയാണല്ലോ. നമുക്കിവിടെ ക്യാൻസൽ ചെയ്യാം. എത്ര കൊണ്ട് ക്യാൻസൽ ചെയ്യാം? ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടിയ നഷ്ടം എന്നുള്ളത് 44 രൂപയാണ് അല്ലേ. വാങ്ങിയ വില 84 ആണ്. ശതമാനം കാണണമെങ്കിൽ × 100 അല്ലേ. അപ്പോൾ അത് സിംപ്ലിഫൈ ചെയ്യുക. 4 കൊണ്ട് ക്യാൻസൽ ചെയ്യാം. 11 4 44, 2 4 8 1 4 4. ഇനി 21 11 21 100 ക്യാൻസൽ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ 1100 എത്ര? 21 കിട്ടും. ഏകദേശം ഇവിടെ നോക്കുക, ഇവിടെ നഷ്ടമാണ്. നഷ്ടം വരുന്ന ഓപ്ഷൻ 2 ഓപ്ഷനേ ഉള്ളൂ. അപ്പോൾ ഇനി ഇവിടെ ആദ്യത്തെ നഷ്ടം പറഞ്ഞാൽ 72.5%. ഇവിടെ ശതമാനമാണ് കേട്ടോ, ശതമാനമാണ്. 52.4%. അപ്പോൾ നിങ്ങൾ നോക്കുക, ജസ്റ്റ് ഒന്ന് ഡിവൈഡ് ചെയ്യുക. 1100 എത്ര? 21. എത്ര തവണയുണ്ട്? 21-നകത്ത് 110-നകത്ത് 21 5 2 10 എത്ര? 5 തവണ. അപ്പോൾ 5 ഇൻറ്റിജർ പാർട്ടിൻ്റെ ആദ്യത്തെ സംഖ്യ 5 ആയിരിക്കും.
അപ്പോൾ ബാക്കി ചെയ്യണ്ട. 5 തുടങ്ങുന്ന ഉത്തരം ഒറ്റ ഒരെണ്ണേ ഉള്ളൂ. എത്ര? 52.45, 4%. അപ്പോൾ 7 ആദ്യത്തെ ഡിജിറ്റ് 7 ഉത്തരം 72.5 എന്ന് എഴുതാൻ പറ്റും. 110 21 5 തവണയേ ഉള്ളൂ, 7 തവണയില്ല. എല്ലാവർക്കും മനസ്സിലായോ? ചെയ്തത് മനസ്സിലായോടാ? അപ്പോൾ ഉത്തരം ഏതാ? ഓപ്ഷൻ ബി 52.4% ലോസ്. ക്ലിയർ ആണോ? എല്ലാവർക്കും ക്ലിയർ ആണോ പറഞ്ഞത്? ഇവിടെ ഒരെണ്ണത്തിൻ്റെ വാങ്ങിയ വിലയും കാരണം ക്വാണ്ടിറ്റി അല്ലെങ്കിൽ എണ്ണം തുല്യമാക്കിയതിന് ശേഷമുള്ള വാങ്ങിയ വിലയും വിറ്റ വിലയും എടുത്തിട്ട് ഇത് ചെയ്യാനൊക്കത്തുള്ളൂ. കാരണം ഇവിടെ വ്യത്യസ്തമാണ്. ഇനി നമുക്ക് അഥവാ സപ്പോസ് വിചാരിക്കുക ഇവിടെ എനിക്ക് ഒരെണ്ണത്തിൻ്റെ വാങ്ങിയ വിലയും വിറ്റ വിലയും കണ്ടുപിടിക്കുമ്പോൾ ഫ്രാക്ഷൻ കിട്ടുന്നില്ല. ഇനി അഥവാ ഫ്രാക്ഷൻ കിട്ടിയാൽ എന്ത് ചെയ്തേനെ? ഫ്രാക്ഷൻ കിട്ടിയായിരുന്നെങ്കിൽ ക്വാണ്ടിറ്റി തുല്യമാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതായത് ക്വാണ്ടിറ്റി തുല്യമാക്കിയതിന് ഫ്രാക്ഷൻ കിട്ടാതിരിക്കണമെങ്കിൽ, അതായത് ഒരെണ്ണത്തിൻ്റെ വാങ്ങിയ വിലയും വിറ്റ വിലയും കണ്ടുപിടിക്കുമ്പോൾ ചില കേസിൽ ഫ്രാക്ഷൻ കയറി വരും. ഇവിടെ അങ്ങനെ വരാത്തതുകൊണ്ടാണ് ഞാൻ ഒരെണ്ണത്തിൻ്റെ വാങ്ങിയ വിലയും വിറ്റ വിലയും ഇട്ടും ചെയ്യുന്നത്. അപ്പോൾ ഇനി ഒരെണ്ണത്തിൻ്റെ കണ്ടുപിടിക്കുമ്പോൾ ഫ്രാക്ഷൻ വന്നാൽ എന്ത് ചെയ്യും? ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, വേറെ ഒന്നുമില്ല. അപ്പോൾ ക്വാണ്ടിറ്റി തുല്യമാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ക്വാണ്ടിറ്റി തുല്യമാക്കിയതിന് ശേഷമുള്ള വാങ്ങിയ വില കിട്ടണമെങ്കിൽ ജസ്റ്റ് 252 5 കൊണ്ട് ഗുണിച്ചാൽ മതി. 252 × 5, അതായത് I2 10, I5 25 1 26, 2 I2 10 വന്ന് 1260 ഇനി വിറ്റ വില കിട്ടണമെങ്കിൽ ഈ 200നെ CPയിൽ എണ്ണം കൊണ്ട് ഗുണിക്കുക. അപ്പോൾ 200 × 3 എത്ര കിട്ടി? 60. നീ നമുക്ക് 1200 എത്ര 84 40 ഉപയോഗിക്കാതെ പകരം 1260 600 ഉപയോഗിച്ച് ഇത് ചെയ്താലും ഉത്തരം ഏത് തന്നെ കിട്ടത്തുള്ളൂ? 52.4 കിട്ടത്തുള്ളൂ. അവിടെ ഫ്രാക്ഷൻ വന്നാൽ മാത്രമേ ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ചെയ്യേണ്ടതുള്ളൂ. ഓക്കെ, പറഞ്ഞാൽ മനസ്സിലാക്കുക. അപ്പോൾ ഇത് വളരെ ഡയറക്റ്റ് ചോദ്യമാണ്, ശ്രദ്ധിക്കുക. ഇവിടുത്തെ ലക്ഷ്യം ക്വാണ്ടിറ്റി തുല്യമാക്കിയതിന് ശേഷമുള്ള വാങ്ങിയ വിലയും വിറ്റ വിലയും കണ്ടുപിടിക്കുക. ഇവിടുത്തെ കേസിൽ ഒരെണ്ണത്തിൻ്റെ വാങ്ങിയ വിലയും വിറ്റ വിലയും കണ്ടുപിടിക്കുമ്പോൾ ഫ്രാക്ഷൻ കിട്ടുന്നില്ല. അതുകൊണ്ട് നമുക്ക് എളുപ്പമാണ്. ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം. ഞാനൊന്ന് കണക്ട് ചെയ്തൊന്ന് പറഞ്ഞു പോവുകയാണ്, നമുക്ക് മനസ്സിലാവുന്നെങ്കിൽ ഓക്കെ. അപ്പോൾ അതായത് ഉദാഹരണം പറയാണ്. അപ്പോൾ ഒരു സാധാരണ ചോദിക്കുന്ന വാല്യൂ ആണ്, നിങ്ങൾ എക്സാമുകൾക്ക് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഒരു ചോക്ലേറ്റ്സിൻ്റെ 11 ചോക്ലേറ്റ്സ് വാങ്ങിയ വില 11 ചോക്ലേറ്റ് വാങ്ങിയ വില 10 രൂപയാണ്. എന്നിട്ട് ഇത് വിൽക്കുന്ന വില 11 രൂപയ്ക്കാണ്, അത് 10 എണ്ണത്തിന്. അപ്പോൾ ഞാൻ പറയുകയാണ്, ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് തരുവാണ്. അതായത് വാങ്ങിയ വില 10 രൂപയാണ്, പക്ഷേ അത് 11 എണ്ണത്തിൻ്റെ വാങ്ങിയ വിലയാണ്. എന്നാൽ വിൽക്കുന്ന വില 11 രൂപയാണ്, പക്ഷേ അത് 10 എണ്ണത്തിൻ്റെയാണ്. അപ്പോൾ ഇവിടുത്തെ ചോദ്യത്തിൽ നിങ്ങൾ മനസ്സിലാക്കുക, അപ്പോൾ ഇവിടെ വാങ്ങിയ വിലയും വിറ്റ വിലയും നേരെ 10 രൂപയും 11 രൂപയും ഡയറക്റ്റ് എടുക്കാനൊക്കില്ല. കാരണം ഇവിടെ എണ്ണം വ്യത്യസ്തമാണ്. അങ്ങനെയാണെങ്കിൽ എണ്ണം തുല്യമാക്കണം. ഇവിടെ തുല്യമാക്കുമ്പോൾ 11 എണ്ണത്തിൻ്റെ വാങ്ങിയ വില 10 രൂപ, അപ്പോൾ ഒരെണ്ണത്തിൻ്റെ വാങ്ങിയ വില കിട്ടണമെങ്കിൽ 10/11 കിട്ടും. അവിടെ ഫ്രാക്ഷൻ വരും. അപ്പോൾ നമുക്ക് ഒരെണ്ണത്തിൻ്റെ കണ്ടുപിടിക്കുമ്പോൾ നീ പ്രോഫിറ്റ് ആൻഡ് ലോസ് കണ്ടുപിടിക്കാനും നോക്കുക, വലുത് ഏത് ചെറുതെന്ന് നോക്കാൻ വേണ്ടിയിട്ടും ഫ്രാക്ഷൻ വരുന്നതുകൊണ്ട് ഡിഫിക്കൽട്ടാണ്. നേരത്തെ ചോദ്യത്തിൽ ഈ ചോദ്യത്തിനകത്ത് അതിൻ്റെ ഡിഫിക്കൽട്ടി വരുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ക്വാണ്ടിറ്റി തുല്യമാക്കിയതിന് ശേഷമുള്ള വാങ്ങിയ വില കിട്ടണമെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യം തന്നെ ഞാൻ പറയുകയാണ്, ജസ്റ്റ് ഒന്ന് ക്രോസ് ചെയ്യുക. ചോദ്യത്തിനകത്തുള്ള വാങ്ങിയ വില 10 ആണ്. അതിനെ SP-യിൽ എണ്ണം 10 ആണ്, അതുകൊണ്ട് ഗുണിക്കുക. അപ്പോൾ എത്ര കിട്ടും? 100 കിട്ടും. ഇനി ക്വാണ്ടിറ്റി തുല്യമാക്കിയതിന് ശേഷമുള്ള SP എഴുതാൻ അതൊരു ട്രിക്കാണ് അല്ലേ? SP കിട്ടണമെങ്കിൽ ചോദ്യത്തിൽ SP 11 ആണ്, അതിനെ CPയിൽ എണ്ണം കൊണ്ട് ഗുണിക്കുക. അപ്പോൾ 11 × 11 എന്ന് വെച്ചാൽ 120. എന്നിട്ട് ഇത് നോക്കിയിട്ട് ചെയ്താൽ മതി. ഒരെണ്ണത്തിൻ്റെ കണ്ടുപിടിച്ചാൽ ഇവിടെ ഫ്രാക്ഷൻ വരും. ആ ഫ്രാക്ഷൻ വരുമ്പോൾ സിംപ്ലിഫൈ ചെയ്യാൻ കുറച്ച് ഡിഫിക്കൽട്ടാണ്. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ മെത്തേഡ്. അപ്പോൾ ഇവിടെ വാങ്ങിയ വില 100 രൂപ. ഇത് ക്വാണ്ടിറ്റി തുല്യമാക്കിയതിന് ശേഷമുള്ള വാങ്ങിയ വിലയാണ്. ഇത് ക്വാണ്ടിറ്റി തുല്യമാക്കിയതിന് ശേഷമുള്ള വിറ്റ വിലയാണ്. അത് എത്ര എണ്ണത്തിൻ്റെ ആണെന്ന് എണ്ണം അറിയേണ്ട. എത്ര എണ്ണത്തിൻ്റെ വാങ്ങിയ വിലയാണ് 100 അല്ലെങ്കിൽ എത്ര എണ്ണത്തിൻ്റെ വിറ്റ വിലയാണ് 120 അറിയേണ്ട. ആ എണ്ണം അറിയേണ്ട നമ്മൾ കാര്യമില്ല. ക്വാണ്ടിറ്റി തുല്യമാണെന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. ഇതൊരു ട്രിക്കാണ്. അപ്പോൾ ഇവിടെ വിറ്റ വില 121, അപ്പോൾ ഇവിടെ 121 - 100 പ്രോഫിറ്റാണ്. അപ്പോൾ 21 കിട്ടുന്ന പ്രോഫിറ്റ് / CP എന്ന് പറഞ്ഞാൽ 100. ശതമാനം കാണണമെങ്കിൽ × 100 എടുക്കുക. അപ്പോൾ ഇവിടെ എന്ത് കിട്ടും? 21% കിട്ടും. ഞാൻ പറഞ്ഞത് മനസ്സിലായോടാ? എല്ലാവർക്കും ഓക്കെ അല്ലേ? കണക്ട് ചെയ്ത് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഒരെണ്ണത്തിൻ്റെ കണ്ടുപിടിക്കുമ്പോൾ ഫ്രാക്ഷൻ വന്നാൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് വാല്യൂസ് എഴുതുക, പിന്നെ നോക്കുക, സിംപ്ലിഫൈ ചെയ്യുക. ക്ലിയർ? നെക്സ്റ്റ് ചോദ്യം. A number is decreased by 18% and the resulting number is again decreased by 50%. What is the final percentage of decrease? അതായത് ഒരു സംഖ്യ ആദ്യം 18% ഡിക്രീസ് ചെയ്യുന്നു, വീണ്ടും അതിൽ നിന്ന് 50% ഡിക്രീസ് ചെയ്യുന്നു എങ്കിൽ ഫൈനൽ ഡിക്രീസ് എത്ര ശതമാനമാണ്? ഇതാണ് ചോദ്യം. നിങ്ങൾക്കറിയാം, ഇത് സക്സസീവ് പെർസെൻറ്റേജ് വെച്ച് ചെയ്യുന്നതാണ്. സക്സസീവ് പെർസെൻറ്റേജ്. അപ്പോൾ ഒരു പെർസെൻറ്റേജ് ഒന്ന് ഡിക്രീസ് ചെയ്തിട്ട് വീണ്ടും അതിൽ നിന്ന് 50% ഡിക്രീസ് ചെയ്യുന്നു. ആദ്യം ഒരു സംഖ്യ ഉണ്ടായിരുന്നു,
ആ സംഖ്യയുടെ 18% ഡിക്രീസ് ചെയ്തു. ആ ഡിക്രീസ് ചെയ്ത സംഖ്യയിൽ നിന്ന് വീണ്ടും 9% കുറയ്ക്കുന്നു. അപ്പോൾ ശതമാനത്തിൻ്റെ ശതമാനം ആ രൂപത്തിൽ വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇത് സക്സസീവ് പെർസെൻറ്റേജ് ആണ്. അപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ആദ്യം 18% ഡിക്രീസ്, വീണ്ടും 50% ഡിക്രീസ്, എങ്കിൽ നെറ്റ് ഡിക്രീസ് എത്ര? ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് സക്സസീവ് പെർസെൻറ്റേജ് ഫോർമുലയാണ്. ഡിക്രീസ് ആണെങ്കിൽ നെഗറ്റീവ് എന്ന് എടുക്കണം, ഇൻക്രീസ് ആണെങ്കിൽ പോസിറ്റീവ് എന്ന് എടുക്കണം. അപ്പോൾ ഇവിടെ തുടർച്ചയായിട്ട് 2 ഡിക്രീസ് ആണ്. അപ്പോൾ ഇവിടെ 18ൻ്റെ സൈനും നെഗറ്റീവാണ്, 50ൻ്റെ സൈനും നെഗറ്റീവാണ്. അപ്പോൾ നമുക്ക് എന്ത് വരും ഫോർമുല? -18 ഡിക്രീസ് ആയതുകൊണ്ട് മൈനസ് എടുത്തു. അടുത്തത് രണ്ടാമത്തെ ഡിക്രീസ് ആണ് -50. ഓക്കെ, ഇനി ഒരു ടേമും കൂടെ ഉണ്ട്. ഒരു ടേം എന്ന് വെച്ചാൽ ഇത് തമ്മിൽ ഗുണിച്ചിട്ട് 100 കൊണ്ടായിരിക്കണം. ഗുണിച്ചിട്ട് 100 കൊണ്ടായിരിക്കുമ്പോൾ 18ൻ്റെ സൈൻ ഓൾറെഡി ഡിക്രീസ് ആയതുകൊണ്ട് നെഗറ്റീവാണ്, 50ൻ്റെ സൈനും ഡിക്രീസ് ആയതുകൊണ്ട് നെഗറ്റീവാണ്. അപ്പോൾ ഇത് തമ്മിൽ ഗുണിക്കുമ്പോൾ പോസിറ്റീവ് ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ പോസിറ്റീവ് 18 × 50/100. അതായത് അധികം വരുന്ന ടേം എന്ന് പറഞ്ഞാൽ, സാധാരണ ഞാൻ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ചെറിയൊരു ഉദാഹരണം പറയാം. ഒരു സംഖ്യ ആദ്യം 30% ഇൻക്രീസ് ചെയ്യുന്നു, ശേഷം ഒരു 10% ഇൻക്രീസ് ചെയ്യുന്നു. അതായത് 30% ഇൻക്രീസ് ചെയ്തിട്ട് അതിൻ്റെ 10% ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ 2 തവണ ഇൻക്രീസ് ചെയ്തു. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ടോട്ടലി 40% അല്ല, ടോട്ടലി 40% അല്ല. കാരണം 30% ഇൻക്രീസ് ചെയ്യുമ്പോൾ സംഖ്യ മാറി വേറൊരു സംഖ്യയായി, എന്നിട്ട് അതിൻ്റെ 10% ഇൻക്രീസ് ചെയ്യുന്നത്. അപ്പോൾ ശതമാനത്തിൻ്റെ ശതമാനമാണ് വരുന്നത്. അപ്പോൾ അവിടെ സക്സസീവ് തുടർച്ചയായിട്ടാണോ? ആണ്. അതുകൊണ്ട് സക്സസീവ് പെർസെൻറ്റേജ് ഫോർമുല അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അവിടെ ഫോർമുല പറഞ്ഞാൽ 30+10 കുറച്ചും കൂടെ അധികം ഇൻക്രീസ് ചെയ്യും. ഇനീഷ്യലായിട്ടുള്ള സംഖ്യയിൽ നിന്ന് കുറച്ചും കൂടെ അധികം ഇൻക്രീസ് ചെയ്യും. ആ ഇൻക്രീസ് ചെയ്യുന്ന വില കിട്ടണമെങ്കിൽ ഇത് തമ്മിൽ ഗുണിച്ചിട്ട് 100 കൊണ്ട് ഹരിച്ചാൽ മതി. ഇൻക്രീസ് ആണെങ്കിൽ പോസിറ്റീവാണ്, അതുകൊണ്ടാണ് ഇവിടെ പോസിറ്റീവ് എന്ന് എടുത്തേക്കുന്നത്. അപ്പോൾ 30+10 ഇനി തമ്മിൽ ഗുണിക്കുമ്പോൾ രണ്ടും പോസിറ്റീവ് ആയതുകൊണ്ട് തമ്മിൽ ഗുണിക്കുമ്പോൾ പോസിറ്റീവ് തന്നെ ആയിരിക്കും, എന്നിട്ട് 100 കൊണ്ട് ഹരിക്കണം. അപ്പോൾ 30 × 10/100. അപ്പോൾ ക്യാൻസൽ ചെയ്യുമ്പോൾ അല്ലേ 30+10 40, 40+3 എത്ര? 43% ഇൻക്രീസ് ചെയ്യും. നമ്മൾ വിചാരിക്കും 40 അല്ല, 40 കുറച്ചും കൂടെ അധികം വരും. അധികം വരുന്ന വില കിട്ടണമെങ്കിൽ തമ്മിൽ ഗുണിച്ചിട്ട് 100 കൊണ്ട് ഹരിച്ചാൽ മതി. എന്നപോലെ ഇവിടെ ഡിക്രീസ് ആണ്. ഡിക്രീസ് ആണെങ്കിൽ ആദ്യം -18, വീണ്ടും -50. ഇനി ഇത് തമ്മിൽ ഗുണിച്ചിട്ട് 100 കൊണ്ട് ഹരിക്കുന്ന ഒരു ടേമും കൂടെ അധികമുണ്ട്. അത് കിട്ടണമെങ്കിൽ 2 മൈനസ് സംഖ്യ തമ്മിൽ ഗുണിക്കുമ്പോൾ കിട്ടുന്ന റിസൾട്ട് പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ പോസിറ്റീവ് 18 × 9/100. സിംപ്ലിഫൈ ചെയ്യുക, 50 100 ക്യാൻസൽ, 2 കിട്ടി അല്ലേ? 2 50 100. ഇനി 2ഉം 18ഉം വെട്ടി, എത്ര കിട്ടി? 2ഉം 18ഉം കൂടെ വെട്ടിയാൽ 9 കിട്ടി. അപ്പോൾ -18 -50 +9. ഇഷ്ടമുള്ള കണക്ക് കൂട്ടിയും കുറയ്ക്കുക, 2 എണ്ണം വെച്ച് സിംപ്ലിഫൈ ചെയ്താൽ മതി. 2 സംഖ്യ മൈനസ് ആണെങ്കിൽ റിസൾട്ട് കിട്ടുന്നത് കൂട്ടിയിട്ട് മൈനസ് സൈൻ കൊടുത്താൽ മതി. അപ്പോൾ എത്ര കിട്ടും? -68 കിട്ടും. ഇനി പ്ലസ് എന്തെടുക്കണം? +9. ഇവിടെ നോക്കി 68ൻ്റെ സൈൻ മൈനസ് ആണ്, 9ൻ്റെ സൈൻ പോസിറ്റീവാണ്. അപ്പോൾ നമുക്ക് ഒരെണ്ണം പോസിറ്റീവ് ഒരെണ്ണം നെഗറ്റീവ് ആണെങ്കിൽ വലുതിൽ നിന്ന് ചെറുത് കുറച്ചിട്ട് വലുതിൻ്റെ സൈൻ കൊടുക്കും. അപ്പോൾ 68ൽ നിന്ന് 9 കുറച്ചാൽ 59 അല്ലേ? അപ്പോൾ മൈനസ് സൈൻ കൊടുത്താൽ -59. ഇവിടെ മൈനസ് വരുന്നതിൻ്റെ അർത്ഥം, മൈനസ് വന്നതിൻ്റെ അർത്ഥം 2 തവണ കുറയ്ക്കുകയല്ലേ, അപ്പോൾ റിസൾട്ടും കുറയുകയായിരിക്കും. അതുകൊണ്ടാണ് മൈനസ് വന്നത്. പോസിറ്റീവ് എന്നാൽ അതിൻ്റെ അർത്ഥം റിസൾട്ട് വർദ്ധിക്കുകയാണെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ എത്ര ശതമാനം? 59% ഡിക്രീസാണ്, പെർസെൻറ്റേജ് ഓഫ് ഡിക്രീസാണ്. അപ്പോൾ ഉത്തരം 59% ഡിക്രീസ്. ക്ലിയർ ആണോ എല്ലാവർക്കും പറഞ്ഞത്? ഇതാണ് സക്സസീവ് പെർസെൻറ്റേജ് വെച്ച് ചെയ്യുന്നതാണ്. ഇപ്പോൾ 2 സംഖ്യ മൈനസ് ആണെങ്കിൽ കൂട്ടിയിട്ട് മൈനസ് സൈൻ കൊടുത്താൽ മതി. അപ്പോൾ -18 -50 കൂട്ടുക 68 മൈനസ് സൈൻ -68. ഇനി -68 50 കൂടെ കൂട്ടുന്നു. അപ്പോൾ ഏതെങ്കിലും 2 സംഖ്യകൾ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്ന സമയത്ത് ഒരെണ്ണം നെഗറ്റീവ് വന്നാൽ വലുതിൽ നിന്ന് ചെറുത് കുറച്ചിട്ട് വലുതിൻ്റെ സൈൻ കൊടുത്താൽ മതി. അപ്പോൾ 68ൽ നിന്ന് 9 കുറയ്ക്കുക 59, വലുതിൻ്റെ സൈൻ മൈനസ്, അപ്പോൾ -59%. അപ്പോൾ എത്ര ശതമാനം ഡിക്രീസ് ചെയ്യുന്നു? 59% ഡിക്രീസ് ചെയ്യുന്നു. അപ്പോൾ ഉത്തരം ഓപ്ഷൻ സി ആണ്. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം. സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ഇഫ് L ഈസ് 3 times greater than M, ചോദ്യം ബൈ വാട്ട് % ഈസ് M ലെസ് ദാൻ L എങ്കിൽ M എന്നുള്ളത് Lനേക്കാൾ എത്ര ശതമാനം കുറവാണ്? ശ്രദ്ധിക്കുക, L എന്ന് പറഞ്ഞാൽ എമ്മിൻ്റെ 3 ഇരട്ടി ഉണ്ട് എങ്കിൽ ബൈ വാട്ട് % ഈസ് M ലെസ് ദാൻ L, Lനേക്കാൾ എത്ര ശതമാനം കുറവാകുന്നു M? Lനേക്കാൾ എന്ന് വെച്ചാൽ L ആണ് റെഫറൻസ് ആയിട്ട് എടുക്കേണ്ടത്. ഇഫ് L ഈസ് 3 times greater than, അപ്പോൾ L ഈസ് 3 times M എന്നല്ല പറഞ്ഞേക്കുന്നത്. ശ്രദ്ധിക്കണേ, എനിക്ക് പറ്റിയ ചോദ്യം വായിച്ചതിന് എന്തെങ്കിലും മിസ്റ്റേക്കാണ്. L ഈസ് 3 times M എന്നല്ല പറഞ്ഞത്, 3 times greater than M, എമ്മിനേക്കാൾ 3 times കൂടുതലാണെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും L എന്നുള്ളത് എന്താണ്? L എന്നുള്ളത്
എമ്മിനേക്കാൾ 3 ടൈംസ്, എമ്മിൻ്റെ 3 ടൈംസ് കൂടുതലാണ്. അതായത് എം പ്ലസ് 3 എം ആണ് എൽ എന്നുള്ളത്. അതായത് എൽ ഈസ് ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടും? 4m എന്ന് കിട്ടും. എൽ ഈസ് ഈക്വൽ ടു 4m എന്ന് കിട്ടും. ഈ പറഞ്ഞ പോയിന്റ് മനസ്സിലായോ നിങ്ങൾക്ക്? പറഞ്ഞ പോയിന്റ് മനസ്സിലായോ? ഈ പറഞ്ഞ പോയിന്റ് മനസ്സിലായോ? എൽ ഈസ് 3 ടൈംസ് എന്നല്ല പറയുന്നത്, 3 ടൈംസ് എം എന്നല്ല പറഞ്ഞിരിക്കുന്നത്. എൽ എന്ന് പറഞ്ഞാൽ എമ്മിനേക്കാൾ 3 ഇരട്ടി കൂടുതലാണ്, 3 ഇരട്ടി കൂടുതലാണ്. അപ്പോൾ എമ്മിനേക്കാൾ 3 ഇരട്ടി കൂടുതലാണ്. അപ്പോൾ എമ്മിനേക്കാൾ 3 ഇരട്ടി കൂടുതൽ 3m, എം പ്ലസ് 3m എന്ന് പറഞ്ഞാൽ എത്ര? 4m ആണ്. അഥവാ എൽ ഈസ് ഈക്വൽ ടു 4 ടൈംസ് എം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് റേഷ്യോ കിട്ടും എൽ ബൈ എം ഈസ് ഈക്വൽ ടു 4/1 അഥവാ 4:1 എന്ന് കിട്ടും. ഇത്രയും പറഞ്ഞത് ഓക്കെ ആണോ? ഇത്രയും പറഞ്ഞ പോയിന്റ് ക്ലിയർ ആണോ നിങ്ങൾക്ക് പറഞ്ഞത്? ഇത്രയും പറഞ്ഞ പോയിന്റ് ക്ലിയർ ആയോ? ഇത്രയും പറഞ്ഞ പോയിന്റ് ക്ലിയർ ആയോ? ഇത്രയും പറഞ്ഞത്, ഇത്രയും പറഞ്ഞ പോയിന്റ് ക്ലിയർ? യെസ് ഓർ നോ? 3 ടൈംസ് എം എന്നല്ല പറഞ്ഞേക്കുന്നത്, 3 ടൈംസ് ഗ്രേറ്റർ ദാൻ, എമ്മിനേക്കാൾ 3 ടൈംസ്, എമ്മിൻ്റെ 3 ഇരട്ടിയേക്കാൾ കൂടുതലാണ് എല്ലിൻ്റെ വില. അപ്പോൾ എൽ എന്നുള്ളത് എം പ്ലസ് 3m ആണ്, അഥവാ 4m ആണ്, 4 ടൈംസ് ആണ്. ക്ലിയർ ആണോ പറഞ്ഞത്? പറഞ്ഞത് ക്ലിയർ ആയോ? യെസ് ഓർ നോ? യെസ് ഓർ നോ? ക്ലിയർ ആയോ? ആരും അനങ്ങുന്നില്ല. പറഞ്ഞത് മനസ്സിലായോടാ? യെസ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊക്കെ റേഷ്യോ ആണ് എഴുതി വെച്ചേക്കുന്നത്. അതായത് L/M എന്ന് പറഞ്ഞാൽ 4:1 ആണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം എല്ലിൻ്റെ വില 4x ആണെങ്കിൽ എമ്മിൻ്റെ വില x ആണ്. അതിൻ്റെ അർത്ഥം എന്താണ്? അതിൻ്റെ അർത്ഥം എല്ലിനേക്കാൾ എത്ര കുറവാണ് എം? 3x കുറവാണ്. എല്ലിൻ്റെ വില 4x ആണെങ്കിൽ മറ്റേതിൻ്റെ വില 1x ആണ്. അപ്പോൾ എത്ര കുറവാണ്? 3x കുറവാണ്. അപ്പോൾ കുറവുള്ളത് 3x ആണ്. അത് എത്ര ശതമാനം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 3x എല്ലിനേക്കാൾ, എല്ലിൻ്റെ വില 4x ആണ്. അപ്പോൾ എല്ലാണ് ഇവിടുത്തെ റെഫറൻസ് ആയിട്ട് എടുക്കേണ്ട ശതമാനം. അപ്പോൾ എല്ലിനെ ആസ്പദമാക്കിയാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ എല്ലെന്ന് പറഞ്ഞാൽ എത്ര? 4x ആണ്. അപ്പോൾ 3x/4x ശതമാനം കാണണമെങ്കിൽ ഇൻറ്റു 100. എക്സും ക്യാൻസൽ ചെയ്തു അല്ലേ? 4/100 നമുക്ക് വെട്ടിക്കളയാം. 4 100 വെട്ടി എത്ര? 25. 25 × 3 എത്ര? 75%. ഓപ്ഷൻ ഏതാണ്? ബി. ഓപ്ഷൻ ബി ആണ് ഇതിൻ്റെ ഉത്തരം. ക്ലിയർ ആണോ പറഞ്ഞത്? ക്ലിയർ ആണോ? ഞാൻ പറഞ്ഞ പോയിന്റ് മനസ്സിലായ എല്ലാവർക്കും? ആർക്കെങ്കിലും സംശയമുണ്ടോ? 9 പേരുണ്ട്. ആർക്കെങ്കിലും സംശയമുണ്ടോ? അതായത് ഒന്നുകൂടെ പറയാം. അതായത് ഇത്രയേ ഉള്ളൂ പറഞ്ഞത്. എൽ ഈസ് 3 ടൈംസ് എം എന്നല്ല അവിടെ ശ്രദ്ധിക്കാനുള്ളത്. എൽ ഈസ് 3 ടൈംസ് എം എന്ന് പറഞ്ഞാൽ എൽ ഈസ് ഈക്വൽ ടു 3m എന്ന് എടുത്താൽ മതി. 3m എന്ന് എടുത്താൽ. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? 3 ടൈംസ് ഗ്രേറ്റർ ദാൻ, എമ്മിനേക്കാൾ അതിൻ്റെ 3 ഇരട്ടി കൂടുതലാണ് ആരുടെ? എല്ലിൻ്റെ വില. അപ്പോൾ എല്ലെന്ന് പറഞ്ഞാൽ എം പ്ലസ് 3m എന്നാണ്, അതായത് 4m എന്നാണ്. എം പ്ലസ് 3m എന്ന് വെച്ചാൽ 4m ആണ്. അപ്പോൾ എല്ലിൻ്റെ വില 4 ടൈംസ് എന്നാണ് പറഞ്ഞിരിക്കുന്നതിൻ്റെ ചുരുക്കം. ഓക്കെ, അങ്ങനെ മനസ്സിലാക്കാം. അപ്പോൾ L/M എന്ന് പറഞ്ഞാൽ 4:1 ആണ്. 4:1 ആണ് റേഷ്യോ കിട്ടി. അതായത് എല്ലിൻ്റെ വില 4x ആണെങ്കിൽ നമുക്ക് അവിടുന്ന് പെട്ടെന്ന് കിട്ടും. റേഷ്യോ ഒക്കെ എഴുതണമെന്നില്ല. എമ്മിൻ്റെ വില x ആണെങ്കിൽ എല്ലിൻ്റെ വില 4x എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ 4x ആണ്, മറ്റേത് x ആണെങ്കിൽ നമുക്കറിയാം എത്ര കുറവ്? 3x ആണ്. ഇവിടുത്തെ ചോദ്യം വാട്ട് പെർസെൻറ്റേജ് എം ലെസ് ദാൻ എൽ, എല്ലിനേക്കാൾ എത്ര ശതമാനം കുറവാകുന്നു എം. അപ്പോൾ എം കുറവുള്ളത് 3x ആണ്, അത് എത്ര ശതമാനം? എല്ലിനേക്കാൾ എത്ര ശതമാനം? അപ്പോൾ ഇവിടെ റെഫറൻസ് ആയിട്ട് എടുക്കേണ്ടത് എല്ലിൻ്റെ വിലയാണ്. അപ്പോൾ 3x എല്ലിൻ്റെ വില 4x ആണ് അല്ലേ? ഇൻറ്റു 100 അല്ലേ? തിരിച്ചു ചോദിക്കുകയാണ്. ഇവിടെ നേരെ തിരിച്ചു ചോദിക്കുകയാണ്. വാട്ട് പെർസെൻറ്റ് ഈസ് എം മോർ ദാൻ എൽ മോർ ദാൻ എം എന്ന് ചോദിക്കുകയാണ്, തിരിച്ചു ചോദിക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? കൂടുതലുള്ളത് 3x തന്നെ. പക്ഷേ എമ്മിനെ അപേക്ഷിച്ചാണെങ്കിൽ 3x അടിയിൽ എന്ത് വരും? അടിയിൽ നമുക്ക് 1x കിട്ടും. 3x/1x × 100 എന്ന് എടുക്കേണ്ടി വരും. അപ്പോൾ ഇവിടെ റെഫറൻസ് എല്ലിനെ അപേക്ഷിച്ചാണ്. അതുകൊണ്ട് അടിയിലെ വില, എല്ലിൻ്റെ വില എടുക്കുക. എല്ലിൻ്റെ വില 4x ആണ്. എത്ര കുറവുള്ളത്? 3x ആണ്. കാരണം എമ്മിൻ്റെ വില 1x ആണെങ്കിൽ എല്ലിൻ്റെ വില 4x ആണ്. അപ്പോൾ എല്ലിനേക്കാൾ എത്ര കുറവുള്ളത്? 3x ആണ്. അത് എത്ര ശതമാനം കാണണമെങ്കിൽ എപ്പോഴും റെഫറൻസ് ഉണ്ട്. കുറവുള്ള വില 3x ആണ്. ഇവിടുത്തെ റെഫറൻസ് വില എല്ലിൻ്റെ വിലയാണ്. എല്ലിൻ്റെ വില 4x ആണ്. ശതമാനം കാണണമെങ്കിൽ ഇൻറ്റു 100. അതായത് ഞാൻ ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം പെട്ടെന്ന് ചുരുക്കി. അതായത് പിയും ക്യൂവും തമ്മിലുള്ള റേഷ്യോ 5:2 ആണ്. 5:2 ആണ്. ചോദ്യം ഇങ്ങനെയാണ്. പിയും ക്യൂവും തമ്മിലുള്ള റേഷ്യോ 5:2 ആണ്. അപ്പോൾ നമുക്ക് മനസ്സിലായി പി ആണ് വലുത്, ക്യൂ ആണ് ചെറുത്. അപ്പോൾ ചോദിക്കുകയാണ് പിയിനേക്കാൾ എത്ര ശതമാനം കുറവാണ് ക്യൂ? പിയിനേക്കാൾ എത്ര ശതമാനം? പിയിനേക്കാൾ. അപ്പോൾ പി ആണ് അവിടെ റെഫറൻസ്. അപ്പോൾ ഇവിടെ പിയുടെ വില അടിയിൽ 5x. എക്സ് ഇടണമെന്നില്ല, എക്സ് ക്യാൻസൽ ആയിപ്പോൾ. ഇപ്പോൾ 5, പിയുടെ വില 5. അല്ലെങ്കിൽ എത്ര കുറവ്? ക്യൂവിൻ്റെ വില 2, പക്ഷേ കുറവുള്ളത് 3 ആണ്. അപ്പോൾ 5 × 3 × 100. ഇതാണ് ഉത്തരം.
മനസ്സിലായോ പറഞ്ഞത്? അഭിജിത്ത് ക്ലിയർ ആണോ പറഞ്ഞത്? മനസ്സിലായോ? നമ്മൾ റേഷ്യോ വെച്ചുകൊണ്ട് ചെയ്യുന്ന ചോദ്യങ്ങളായത്. അപ്പോൾ പീനെക്കാട്ടി എത്ര കുറവെന്ന് വെച്ചാൽ പിയുടെ വില പീനേക്കാൾ, പി ആണ് റെഫറൻസ്, അപ്പോൾ പി അടിയിൽ വരണം. കുറവുള്ളത് 3 ആണ് അല്ലേ? അപ്പോൾ 5ൽ 3 × 100 എടുക്കുക. അപ്പോൾ 5 100 വെട്ടി എത്ര? 20. 3 × 20 എത്ര? 60% ഉത്തരം. ക്ലിയർ? ഓക്കെ. ഈ ടൈപ്പ് ചോദ്യം ശ്രദ്ധിക്കുക, വളരെ എളുപ്പമാണ്, സംഭവം പാടൊന്നുമില്ല. അടുത്ത ചോദ്യം, എ മാൻ സോൾഡ് 5/6 ഓഫ് ഹിസ് ആർട്ടിക്കിൾസ് അറ്റ് 15% പ്രോഫിറ്റ് ആൻഡ് റെസ്റ്റ് അറ്റ് കോസ്റ്റ് പ്രൈസ്. ഫൈൻഡ് ദ പ്രോഫിറ്റ് ഏൺഡ് ബൈ ഹിം. ഫൈൻഡ് ദ പ്രോഫിറ്റ് ഏൺഡ് ബൈ ഹിം ഇൻ ദ ഹോൾ ട്രാൻസാക്ഷൻ. അതായത് അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ആർട്ടിക്കിൾസിൻ്റെ സാധനത്തിൻ്റെ 6/5 സാധനങ്ങൾ 15% പ്രോഫിറ്റിലും ബാക്കി സാധനങ്ങൾ വാങ്ങിയ വിലയ്ക്ക് വിൽക്കുന്നു. മനസ്സിലായോ? അയാളുടെ കയ്യിൽ ടോട്ടൽ കുറേ സാധനങ്ങളുണ്ട്, അതിൻ്റെ 6/5 15% പ്രോഫിറ്റിൽ വിൽക്കുന്നു, ബാക്കി കോസ്റ്റ് പ്രൈസിലും വിൽക്കുന്നു. അതായത് 80 രൂപ സാധനമാണ്. ഈ 80 രൂപ വിലയുള്ള സാധനം അതിൽ ടോട്ടലി 6 കിലോ ഉണ്ട്, അതിൽ 5 കിലോ 15% പ്രോഫിറ്റ് വിൽക്കുന്നു, ബാക്കി കോസ്റ്റ് പ്രൈസ് 80 രൂപയിൽ തന്നെ വിൽക്കുന്നു. അപ്പോൾ കോസ്റ്റ് പ്രൈസിൽ തന്നെ വിൽക്കുക എന്ന് വെച്ചാൽ ആ വിൽക്കുന്നതിനകത്ത് ലാഭവും ഇല്ല നഷ്ടവും ഇല്ല. അപ്പോൾ കിട്ടുന്ന പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 0% ആണ്. അപ്പോൾ 6/5 15% പ്രോഫിറ്റിലും ബാക്കി 0% പ്രോഫിറ്റിലും വിൽക്കുന്നു. എങ്കിൽ മൊത്തം വിറ്റ് കഴിഞ്ഞാൽ ഇയാൾക്ക് ആകെ എത്ര കിട്ടും? പ്രോഫിറ്റ് കിട്ടും. ഇതാണ് ചോദ്യം. പെട്ടെന്നാവട്ടെ. അപ്പോൾ നമുക്കിതിവിടെ പറഞ്ഞിട്ടുള്ളൂ കുറേ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ ടോട്ടൽ കുറേ സാധനങ്ങളുണ്ട്, അതിൽ കുറേ എണ്ണം 15% പ്രോഫിറ്റിലാണ് വിൽക്കുന്നത്, ബാക്കി 0% കോസ്റ്റ് പ്രൈസിൽ വിൽക്കുക എന്ന് വെച്ചാൽ 0% പ്രോഫിറ്റ് ഇല്ല, പ്രോഫിറ്റും ഇല്ല ലോസും ഇല്ല, എന്നുവെച്ചാൽ 0% പ്രോഫിറ്റ് 0% ആണ്. അപ്പോൾ ഇയാൾ വിൽക്കുന്നത് ടോട്ടലി ഇയാളുടെ 6/5 ഭാഗം 15% പ്രോഫിറ്റിൽ, ബാക്കി 6/1 എന്തിൽ? കോസ്റ്റ് പ്രൈസിൽ. അതിൻ്റെ അർത്ഥം ഇയാളുടെ ടോട്ടൽ 6 കിലോ ഉണ്ടെങ്കിൽ, ടോട്ടൽ 6 കിലോ സാധനം ഉണ്ടെങ്കിൽ, 6 കിലോ തക്കാളി ഉണ്ടെങ്കിൽ 5 കിലോ തക്കാളി 15% പ്രോഫിറ്റിന് വിൽക്കുന്നു, ബാക്കി 1 കിലോ തക്കാളി വാങ്ങിയ വിലയ്ക്ക് തന്നെ വിൽക്കുന്നു. എന്നുവെച്ചാൽ ലാഭവും ഇല്ല നഷ്ടവും ഇല്ല, എന്നുവെച്ചാൽ 0% പ്രോഫിറ്റ്. ഓക്കെ. അപ്പോൾ ഈ മുഴുവൻ ട്രാൻസാക്ഷൻ, അതായത് ഈ ടോട്ടൽ 6 കിലോ വിറ്റ് കഴിഞ്ഞാൽ ഇയാൾക്ക് എന്താണ് കിട്ടുന്ന നെറ്റ് പ്രോഫിറ്റ് എത്രയാണെന്നാണ് ചോദ്യം. അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് അലിഗേഷൻ്റെ കൺസെപ്റ്റ് നിങ്ങൾക്ക് അറിയാം, അലിഗേഷൻ്റെ കൺസെപ്റ്റ് യൂസ് ചെയ്യുക. അതായത് നമുക്ക് ഈ മീൻ പ്രോഫിറ്റാണ് വേണ്ടത്, ഈ നടുക്കുള്ള വിലയാണ് വേണ്ടത്. ഈ നടുക്കുള്ള വില കിട്ടണമെങ്കിൽ 5നെ 15 കൊണ്ട് ഗുണിക്കുക, 1നെ 0 കൊണ്ട് ഗുണിക്കുക, എന്നിട്ട് 5 + 1 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഈ നടുക്കുള്ള മീൻ പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ 5 × 15 + 1 × 0 / 5 + 1 6 അല്ലേ? 5 × 15 എന്ന് പറഞ്ഞാൽ എത്ര? 75/6% കിട്ടും. 75/6 എന്ന് ചെയ്യുമ്പോൾ നമുക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 1 6 6 അല്ലേ? 15 കിട്ടി, 2 6 12, അപ്പോൾ 12 കിട്ടി. അപ്പോൾ കിട്ടുന്ന റിമൈൻഡർ 3 ആണ്. അപ്പോൾ 12 and 3/6%, 3/6നെ വെട്ടി ചെറുതാക്കുമ്പോൾ 1/2 എന്ന് കിട്ടും. അപ്പോൾ 12 and 1/2% ആണ് ഉത്തരം. ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഇത് അലിഗേഷൻ്റെ കൺസെപ്റ്റ് യൂസ് ചെയ്താൽ മതി. അതായത് ഇയാളുടെ ടോട്ടൽ 6 കിലോ സാധനം ഉണ്ട്, 6 കിലോ സാധനം അതിൽ 5 കിലോ 15% പ്രോഫിറ്റിന് വിൽക്കുന്നു, ബാക്കി 1 കിലോ, അതായത് 6/5 ഭാഗം 6/5 15% പ്രോഫിറ്റ്, 6/1 ഭാഗം ടോട്ടൽ 1 ആണ്. അപ്പോൾ 6/5 6/1 കൂടെ കൂട്ടി 1 ആണ്. അപ്പോൾ 6/5 15% 6/1. അപ്പോൾ ഇത് വിൽക്കുന്ന റേഷ്യോ 5:1 ആണ്. അപ്പോൾ വിൽക്കുന്നത് 5:1 എന്ന് പറഞ്ഞ റേഷ്യോ ആണ്. അപ്പോൾ ഇത് മിക്സിംഗ് റേഷ്യോ ആണ്, ഇത് മിക്സറിൻ്റെ കൺസെപ്റ്റാണ്, അലിഗേഷൻ്റെ കൺസെപ്റ്റാണ്. അപ്പോൾ 5:1 ആണ് മിക്സിംഗ് റേഷ്യോ അല്ലേ? ആ 5 എന്നുള്ളത് 15% പ്രോഫിറ്റിൽ വിൽക്കുന്നത് 5 കിലോ ആണ്, 0% പ്രോഫിറ്റിന് വിൽക്കുന്നത് 1 കിലോ ആണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്താൽ കിട്ടുന്നതാണ് ഇയാളുടെ നെറ്റ് പ്രോഫിറ്റ്. അപ്പോൾ നെറ്റ് പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ ഇതിനെന്ത് ചെയ്യുക? അലിഗേറ്റ് ചെയ്യുക, ഈ മീൻ പ്രോഫിറ്റ് കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ മീൻ പ്രോഫിറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ, നടുക്കത്തെ പ്രോഫിറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ അലിഗേഷൻ്റെ കൺസെപ്റ്റ് പ്രകാരം ഇതിനെ ഇതുകൊണ്ട് ഗുണിക്കുക, ഇതിനെ ഇതുകൊണ്ട് ഗുണിക്കുക, സം ചെയ്യുക, ഡിവൈഡ് ബൈ 5 + 1 6. ഇതാണ് ചെയ്തത്. ഓക്കെ. അപ്പോൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ഉത്തരം കിട്ടും 12 and 1/2%. ബാക്കിയുള്ളവർക്ക് ഓക്കെ ആണോടാ? അനന്തു അർച്ചന പറഞ്ഞത് മനസ്സിലായോ? അനന്തു അർച്ചന, ബാക്കി ആരൊക്കെയാണ്? അഭിജിത്ത് ക്ലിയർ അല്ലേടാ? ഇപ്പോൾ വേറൊരു ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ പറയുകയാണ്, നമുക്കിപ്പോൾ ചോദിക്കുകയാണെന്നൊക്കെ, ഇപ്പോൾ എക്സാമിന് പല രീതിയിൽ ചോദിക്കാം. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് 3-2 സാധനം 20% പ്രോഫിറ്റിനും ബാക്കി ഭാഗം 10% പ്രോഫിറ്റിനും വിൽക്കുന്നു, എങ്കിൽ നെറ്റ് പ്രോഫിറ്റ് എത്ര? അപ്പോൾ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും എഴുത്തുള്ളൂ. എന്താ?
നമ്മൾ യഥാർത്ഥത്തിൽ ചെയ്യുന്ന മെത്തേഡല്ല, മിക്സ്ചർ അലിഗേഷൻ്റെ കൺസെപ്റ്റ് ഉപയോഗിച്ച് എളുപ്പത്തിൽ ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ഇപ്പം അത് അതിൻ്റെ ബേസിക് കൺസെപ്റ്റ് ഒന്നും ഞാൻ പറയുന്നില്ല. 20% പ്രോഫിറ്റ് അല്ലേ, 10% പ്രോഫിറ്റ് അല്ലേ, 2/3 ഭാഗമാണ് 20% പ്രോഫിറ്റ് വെക്കുന്നത്. അപ്പോൾ ആകെ 3 കിലോ ഉണ്ടെങ്കിൽ അതിൽ 2 കിലോ 20% പ്രോഫിറ്റ് വെക്കുന്നു. ബാക്കി 1 കിലോ 3/2 20% ആണെങ്കിൽ 1/3 10% പ്രോഫിറ്റിന് വിൽക്കുക എന്നാണ് അർത്ഥം. അപ്പോൾ 2:1 എന്ന റേഷ്യോയിലാണ് ഇത് വിൽക്കുന്നത്. അപ്പോൾ 20% പ്രോഫിറ്റിന് 2 കിലോ വിൽക്കുന്നു, 10% പ്രോഫിറ്റിന് 1 കിലോ വിൽക്കുന്നു. അപ്പോൾ മീൻ പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യുക? അലിഗേഷൻ കൺസെപ്റ്റ് പ്രകാരം നടുക്കത്തെ വില കണ്ടുപിടിക്കുക. അതിന് ചെയ്യേണ്ടത് 2 × 20 + 1 × 10. അപ്പോൾ 2 × 20 + 1 × 10 / 2 + 1 എത്ര? 3. അപ്പോൾ 40 + 10 50/3. എഴുതിയത് മനസ്സിലായോടാ? എഴുതിയത് മനസ്സിലായോ അർച്ചന? അനന്തു എഴുതിയത് മനസ്സിലായോ? ബാക്കിയുള്ളവരെല്ലാം എനിക്ക് വിസിബിൾ ആയവരുടെ പേരെ വിളിക്കുന്നുള്ളൂ. ക്ലിയർ ആണോ പറഞ്ഞത്? എഴുതിയത് മനസ്സിലായോ? ഇതാണ് അലിഗേഷൻ്റെ കൺസെപ്റ്റ് ഇങ്ങനെ പറഞ്ഞ ഈ ടൈപ്പ് ചോദ്യങ്ങൾ ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ മറ്റൊരു ചോദ്യം പറയുകയാണ്. 3/2 സാധനങ്ങൾ, 3/2 ഐറ്റംസ്, ആർട്ടിക്കിൾസിൻ്റെ 3/2 ഐറ്റംസ് പറയുന്നു 20% പ്രോഫിറ്റിന് വെക്കുന്നു. എന്നിട്ട് പറയുന്നു ബാക്കി ഭാഗം അങ്ങനെ കൊടുക്കുകയാണ്. ബാക്കി ഭാഗം 10% ലോസാണ്. 10% ലോസാണ് എങ്കിൽ നെറ്റ് പ്രോഫിറ്റ് എത്ര? അല്ലെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് എത്ര? അപ്പോൾ ഇവിടെ പ്രോഫിറ്റും ഉണ്ട്, ലാഭവും ഉണ്ട്, നഷ്ടമുണ്ട്. അപ്പോൾ അലിഗേഷൻ കൺസെപ്റ്റ് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ഇത്രയേ ചെയ്യാനുള്ളൂ. ആദ്യത്തത് 20% പ്രോഫിറ്റ്, രണ്ടാമത്തത് ലോസാണ്. ലോസ് ആണെങ്കിൽ ഇവിടെ മൈനസ് ഇടണം, അത് ശ്രദ്ധിക്കണം, -10% അല്ലേ. എന്നിട്ട് ആകെ 3/2 20% പ്രോഫിറ്റിന്, ബാക്കി 3/1. അപ്പോൾ 2:1 ഇത് വിൽക്കുന്നത്. അപ്പോൾ 2 ടോട്ടൽ 3 കിലോ ഉണ്ടെങ്കിൽ 2 കിലോ 20% പ്രോഫിറ്റിന് വിൽക്കുന്നു, 20% പ്രോഫിറ്റിന് വിൽക്കുന്നു, ബാക്കി 1 കിലോ 10% ലോസിന്. അങ്ങനെയാണെങ്കിൽ മീൻ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ്, ഇവിടെ മൈനസും കൂടെ വരുന്നുണ്ട്, ലാഭവും വരാം നഷ്ടവും വരാം. കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യുക? അലിഗേഷൻ്റെ കൺസെപ്റ്റ് യൂസ് ചെയ്യുക. 2 × 20 40 + 1 × -10 എന്ന് വെച്ചാൽ -10 എന്ന് കിട്ടി അല്ലേ, ഡിവൈഡഡ് ബൈ 2 + 1 എത്ര? 3. അപ്പോൾ 40 - 10 30/3 കിട്ടി. ഇവിടെ കിട്ടിയത് പോസിറ്റീവ് ആയതുകൊണ്ട് ലാഭമായിരിക്കും, മൈനസാണ് വരുന്നതെങ്കിൽ നഷ്ടമായിരിക്കും. മനസ്സിലായോ അർച്ചന? പറഞ്ഞത് ക്ലിയർ ആയോ? ഈ ടൈപ്പ് ചോദ്യങ്ങൾ ചെയ്യുന്ന രീതിയാണ്. പ്രോഫിറ്റ് ലോസ് ഒക്കെ കയറി വരും. അപ്പോൾ മീൻ പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ അടിയിലെപ്പോഴും 2 + 1, ടോട്ടലി വിൽക്കുന്നത് 3 കിലോ ആണ്, അതുകൊണ്ടാണ് അടിയിലെപ്പോഴും 3 എടുക്കുന്നത്. ഓക്കെ, ഇത്രയാണ് ചെയ്യാനുള്ളത്. ബാക്കി ചോദ്യം ശ്രദ്ധിക്കുക. എ റീറ്റെയിലർ മാർക്കസ് ഹീസ് പ്രോഡക്ട്സ് at 25% more than the cost price. If a customer receives a discount of 20%, what is the profit percentage for the retailer? അതായത് ഒരു റീറ്റെയിലർ അദ്ദേഹത്തിൻ്റെ പ്രോഡക്റ്റ് 25% കൂട്ടിയിടുന്നു അല്ലേ, കോസ്റ്റ് പ്രൈസിനെക്കാട്ടി 25% കൂട്ടിയിടുന്നു. എന്നിട്ട് ഇഫ് എ കസ്റ്റമർ റിസീവ്, എന്നിട്ട് കസ്റ്റമർക്ക് എന്ത് ചെയ്യുന്നു? 20% ഡിസ്കൗണ്ട് കൊടുക്കുന്നു. എങ്കിൽ ആ റീറ്റെയിലർക്ക് കിട്ടുന്ന പ്രോഫിറ്റ് എത്ര ശതമാനമാണ്? പെട്ടെന്ന് ചെയ്യുക. നിങ്ങൾ ചെയ്തിട്ടുള്ളതാണ്. ഏത് ടൈപ്പ് ചോദ്യമാണ്? നിങ്ങൾക്ക് നമുക്ക് ഏത് അപ്ലൈ ആവുന്നതാണ്? സക്സസീവ് പെർസെൻറ്റേജ് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ചോദ്യമാണ്. അതായത് ഒരു കച്ചവടക്കാരൻ 25% ആദ്യം വില കൂട്ടിയിടുന്നു, എന്നിട്ട് കസ്റ്റമർ വരുമ്പോൾ 20% ഡിസ്കൗണ്ട് കൊടുക്കുന്നു. കസ്റ്റമർ 20% ഡിസ്കൗണ്ട് റിസീവ് ചെയ്യുന്ന വെച്ചാൽ കസ്റ്റമർക്ക് ഡിസ്കൗണ്ട് കൊടുക്കുകയാണ് ആര്? ഈ നമ്മുടെ റീറ്റെയിലർ. അപ്പോൾ 25% ആദ്യം വില കൂട്ടിയിട്ടിട്ട് 20% കിഴിവ് കൊടുക്കുന്നു. കിഴിവ് എന്ന് വെച്ചാൽ കുറവാണ്. അപ്പോൾ അത് തുടർച്ചയായിട്ട് ചെയ്യാണ്. 25% കൂട്ടിയിട്ട് 20% കിഴിവ്. അങ്ങനെയാണെങ്കിൽ നെറ്റ് കിട്ടുന്ന പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ്, ഇവിടെ പ്രോഫിറ്റ് ആയിരിക്കും. ആ ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട് വാട്ട് ഈസ് ദ പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്ന് ചോദിച്ചിട്ടുണ്ട്. കിട്ടണമെങ്കിൽ ഒന്ന് ഇൻക്രീസ് മറ്റേ ഡിക്രീസ്. അപ്പോൾ എന്ത് കിട്ടും? 25 - 20. ഒന്ന് ഇൻക്രീസ് മറ്റേ ഡിക്രീസ് ആയതുകൊണ്ട് മൈനസ്. ഇനി ഇത് തമ്മിൽ ഗുണിക്കുമ്പോൾ കിട്ടുന്ന സൈൻ മൈനസ് ആയിരിക്കും. കാരണം ഒന്ന് പോസിറ്റീവ് ഒന്ന് നെഗറ്റീവ് ആണെങ്കിൽ ഗുണിക്കുമ്പോൾ കിട്ടുന്ന റിസൾട്ട് മൈനസ് ആയിരിക്കും. അപ്പോൾ 25 - 20 -25 × 20/100. നിങ്ങൾ ശ്രദ്ധിച്ചേ, 100. ഇവിടെ 0 0 ക്യാൻസൽ ചെയ്തു അല്ലേ. 2ഉം 10ഉം വെട്ടി, ഇവിടെ എത്ര കിട്ടി? 5 കിട്ടി. 5 25 വെട്ടി, ഇവിടെ 5 കിട്ടി. അപ്പോൾ 25 - 20 5 - 5. 5 - 5 എന്ന് പറഞ്ഞാൽ എത്ര? 0%. അപ്പോൾ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 0%. പ്രോഫിറ്റും ഇല്ല ലോസും ഇല്ല. അപ്പോൾ 25% ഇൻക്രീസ് ചെയ്തിട്ട് 20% ഡിസ്കൗണ്ട് കൊടുത്താൽ കച്ചവടക്കാരൻ എന്തുണ്ടാവത്തില്ല? ലാഭമില്ല. അപ്പോൾ 0% ആണ്. ഇത്ര ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ എ ആണ്. ഓക്കെ, സക്സസീവ് പെർസെൻറ്റേജ് എളുപ്പമുള്ള ചോദ്യമാണ്. അങ്ങനെയുള്ള ചോദ്യമൊന്നും കളയരുത് കേട്ടോ. ഉറപ്പായിട്ടും നിങ്ങൾ ചെയ്യണം. അത് എളുപ്പമാണ്, പാടില്ല. സയൻസ് ശ്രദ്ധിച്ചോണം. അടുത്തത്, the difference between simple interest on a certain sum at the annual rate of 11% for 8 years and 9 years is ₹132. വാട്ട് ഈസ് ദി സം? അതായത് ഒരു നിശ്ചിത തുകയ്ക്കുള്ള 11% പലിശ നിരക്കിലുള്ള 8 വർഷത്തേക്കും 9 വർഷത്തേക്കുമുള്ള സിമ്പിൾ ഇൻട്രസ്റ്റ് തമ്മിലുള്ള വ്യത്യാസം.
8 വർഷത്തെയും 9 വർഷത്തെയും സിമ്പിൾ ഇൻട്രസ്റ്റ് തമ്മിലുള്ള വ്യത്യാസം 132 രൂപയാണെങ്കിൽ സം എത്രയാണ്? ആ സം എത്രയാണെന്നാണ് ചോദ്യം. 11% റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അങ്ങനെയാണെങ്കിൽ 8 വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ 88%. 9 വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ 99%. അപ്പോൾ 99% 98% തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ എത്ര ശതമാനമാണ്? ശതമാനത്തിൽ പറഞ്ഞാൽ അതെന്ന് പറഞ്ഞാൽ 11%. ആ 11% എന്നുള്ളത് എത്ര? 132 ആണ്. ഇതാ തന്നേക്കുന്നത്. നമുക്കറിയാം പെർസെൻറ്റേജ് ചെയ്യുമ്പോൾ പ്രിൻസിപ്പൽ എമൗണ്ട് ആണ്, പി ആണ് 100% എടുക്കേണ്ടത്. അപ്പോൾ പ്രിൻസിപ്പൽ എമൗണ്ട് 100% ആണെങ്കിൽ ചോദ്യത്തിൽ തന്നിരിക്കുന്നത് 9 വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റും 8 വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റും തമ്മിലുള്ള വ്യത്യാസം, അതായത് 99% 88% തമ്മിലുള്ള വ്യത്യാസം, അതെന്ന് പറഞ്ഞാൽ 11%. ആ 11% എത്ര? 132 ആണ്. അങ്ങനെയാണെങ്കിൽ 1% അതിനകത്ത് നിന്ന് എഴുതാൻ പറ്റും. 1% = 132/11 എങ്കിൽ പ്രിൻസിപ്പൽ സം എന്ന് പറഞ്ഞാൽ 100%. അപ്പോൾ 132/11 × 100. വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാം, ഫോർമുല യൂസ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ഇവിടെ ക്യാൻസൽ ചെയ്താൽ 1 11 11, 13 12, 11 പോയ 2 കിട്ടി 22, 2 11 22, 12 × 100 എത്ര? 1200. ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ എ ആണ്. ക്ലിയർ? ചെയ്ത് പഠിക്കണം കേട്ടോ, ചെയ്ത് പഠിക്കണം. പറഞ്ഞ കാര്യം ശ്രദ്ധിക്കുക. 11% റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് തന്നിട്ടുണ്ടല്ലോ, നമുക്ക് പിന്നെ പേടിക്കേണ്ട കാര്യമില്ല. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് തന്നിട്ടുണ്ടെങ്കിൽ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ 8 വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ 88 ആണ്. ഇപ്പോൾ സപ്പോസ് വിചാരിക്കുക 8% റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ 4 വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് എത്ര ശതമാനം എന്ന് വെച്ചാൽ 4 8 32%. 5 വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് എത്ര ശതമാനം വെച്ചാൽ 8 40. 8% പലിശ നിരക്കെങ്കിൽ ഗുണിച്ചാൽ മതി. അപ്പോൾ 8 വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് 88%, 9 വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് 99%. അത് തമ്മിലുള്ള വ്യത്യാസം വന്നേക്കുന്നത്. അത് തമ്മിലുള്ള വ്യത്യാസം എത്ര ശതമാനം? അത് 11%. 99% 88% തമ്മിലുള്ള വ്യത്യാസം 11%. അത് തന്നിട്ടുണ്ട് 132. അപ്പോൾ ഈ 11% 132 ആണ്. അതിൽ നിന്ന് നേരെ എന്ത് കണ്ടുപിടിക്കുക? 100% കണ്ടുപിടിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് പ്രിൻസിപ്പൽ എമൗണ്ട് കിട്ടും. ഓക്കെ, അത്രയേ ഉള്ളൂ. ഉത്തരം 1200, ഓപ്ഷൻ എ ആണ്. നെക്സ്റ്റ് ചോദ്യം. ഇഫ് അറ്റ് സെയിം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇൻ 2 years, 2 വർഷത്തേക്ക് ഒരേ നിരക്കിൽ ദ സിമ്പിൾ ഇൻട്രസ്റ്റ് ഈസ് 42 ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഈസ് 51. ഓക്കെ, ശ്രദ്ധിക്കുക. ഒരേ നിരക്ക് പറഞ്ഞിട്ടില്ല, ശ്രദ്ധിക്കുക. ഒരേ നിരക്കിൽ സിമ്പിൾ ഇൻട്രസ്റ്റും 2 വർഷത്തേക്കുള്ള സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും തമ്മിലുള്ള വ്യത്യാസം 51 ആണ്. എങ്കിൽ പ്രിൻസിപ്പൽ എമൗണ്ട് എത്രയാണ്? പി എത്രയാണ്? ഇതാണ് ചോദ്യം. ചെയ്യുക. ഞാനൊന്ന് തുടക്കം ഇടാം. 2 വർഷത്തേക്കാണെങ്കിൽ എളുപ്പവഴി, നിങ്ങൾക്ക് ഫോർമുലയൊന്നും വേണ്ടാതെ പെട്ടെന്ന് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കണമെങ്കിൽ ശ്രദ്ധിക്കുക. ഇങ്ങനെ 2 വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റും ഉണ്ട്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റും ഉണ്ട്. എങ്കിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് തന്നായിരുന്നെങ്കിൽ പേഴ്സൻറ്റേജിൽ ചോദ്യം വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞ് ശ്രദ്ധിക്കുക, കാരണം പേഴ്സൻറ്റേജിലാണെങ്കിൽ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ നമുക്ക് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 6, ശ്രദ്ധിക്കുക, 6 കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും തമ്മിലുള്ള വ്യത്യാസം എടുക്കുക, ഡിവൈഡ് ബൈ സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ ഹാഫ് എടുക്കുക, പകുതി എടുക്കുക, സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ പകുതി എടുക്കുക, ഇൻറ്റു 100 എടുത്താൽ 6 കിട്ടും. ഇത് കിട്ടുന്നതൊക്കെ രീതിയുണ്ട്, അതൊന്നും നമ്മളിപ്പോൾ പഠിക്കേണ്ട, ഫോർമുലയായിട്ട് പഠിച്ചാൽ. അതായത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റും സിമ്പിൾ ഇൻട്രസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് എടുക്കുക, ഡിവൈഡ് ബൈ സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ പകുതി എടുക്കുക, എന്നിട്ട് 100 കൊണ്ട് ഗുണിച്ചാൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കിട്ടും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയേ, ഇവിടെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ഇൻട്രസ്റ്റ് 42, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് 51, തമ്മിലുള്ള വ്യത്യാസം എത്ര? 42 + 9 ആണ്. അപ്പോൾ ഇവിടെ സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും തന്നിട്ടുണ്ട്. 2 വർഷത്തേക്കുള്ളയാണെങ്കിൽ നമ്മൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എഴുതണമെങ്കിൽ എളുപ്പമാണ്. സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും തമ്മിലുള്ള വ്യത്യാസം എടുക്കുക, അത് 9 ആണ്, ഡിവൈഡഡ് ബൈ സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ പകുതി എടുക്കുക. സിമ്പിൾ ഇൻട്രസ്റ്റ് 42 ആണ്, അതിൻ്റെ പകുതി എന്ന് വെച്ചാൽ ഇത് 2 വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ്. ഇത് 2 വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ്. അതിൻ്റെ അർത്ഥം അതിൻ്റെ പകുതി എന്ന് വെച്ചാൽ 1 വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് എടുക്കുക. അപ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ പകുതി വെച്ചാൽ 42/2 എത്ര? 21 ആണ്. ഓക്കെ, ഇൻറ്റു 100 എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കിട്ടും. അപ്പോൾ 2 വർഷത്തേക്കുള്ള കേസിലാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എഴുതാം. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, 9/21. സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും തമ്മിലുള്ള വ്യത്യാസം ഡിവൈഡഡ് ബൈ സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ പകുതി ഇൻറ്റു 100. ഇവിടെ ക്യാൻസൽ ചെയ്യുക, 3 3 9 7 3 21. അപ്പോൾ ഇതിനെ നമുക്ക് 300/7% എന്ന് എഴുതാൻ പറ്റും. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറുതാക്കാം, ഇവിടെ ചെറുതാക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ 300/7% എന്ത്? സിമ്പിൾ ഇൻട്രസ്റ്റ്, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 300/7%. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ചോദ്യത്തിൽ തന്നിരിക്കുന്നത് 2 വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് 42 ആണ്. 2 വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് 42 ആണ്. അപ്പോൾ 1 വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണം പറയാണ്, 10% പലിശ നിരക്ക്. അങ്ങനെയാണെങ്കിൽ 1 വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ 10% തന്നെയായിരിക്കും.
അപ്പോൾ നമ്മൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 300/7% എന്ന് എഴുതി. അങ്ങനെയാണെങ്കിൽ 2 വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് 42 ആണെങ്കിൽ 1 വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് 21 അപ്പോൾ അതിൻ്റെ അർത്ഥം 1 വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ 300/7%. അതിൻ്റെ വില തന്നിട്ടുണ്ട് എത്ര? 21. 2 വർഷത്തെ 42 ആണെങ്കിൽ 1 വർഷത്തെ 21. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രിൻസിപ്പൽ എമൗണ്ട് കിട്ടണമെങ്കിൽ ഈ 300/7 സ്ഥാനത്ത് എന്താക്കുക? 100 ആക്കിയാൽ മതി. 100 ആക്കണമെങ്കിൽ 300/7 ആദ്യം റൈറ്റ് സൈഡിലേക്ക് കളയണം. റൈറ്റ് സൈഡിലേക്ക് കളയുമ്പോൾ ഇവിടെ 1 ബാലൻസ് ആകും. അപ്പോൾ 1% = 21 × 7/300 എന്ന് കിട്ടി. ശരിയാണോ? ഇനി നമുക്ക് എന്ത് ചെയ്യണം? 100% കിട്ടണമെങ്കിൽ 2 സൈഡിൽ 100 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ 21 × 7/300 × 100. നിങ്ങൾ നോക്കിയേ, 0 0 ക്യാൻസൽ, 3 21 ക്യാൻസൽ ചെയ്തു, 7 3 21. 7 × 7 എത്ര? 49. ഇത്രയേ ഉള്ളൂ. ഓപ്ഷൻ എ ആണ്. ക്ലിയർ? ഞാൻ ചെയ്തത് മനസ്സിലായോ? അവിടെ ഫോർമുലയൊക്കെ ഉണ്ട്, ഫോർമുലയൊന്നും പറയുന്നില്ല. ഫോർമുല ഉപയോഗിച്ചാണെങ്കിൽ PR²/100² ആണ് എന്ത്? സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും തമ്മിലുള്ള വ്യത്യാസത്തിൻ്റെ ഫോർമുല. അതൊക്കെ യൂസ് ചെയ്ത് കണ്ടുപിടിക്കണം. ഞാൻ എഴുതിയത് ശ്രദ്ധിക്കുക. 2 വർഷത്തേക്കുള്ള സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും തന്നാൽ പെട്ടെന്ന് തന്നെ എന്തെഴുതാൻ പറ്റും? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എഴുതാൻ പറ്റും. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എഴുതണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും തമ്മിലുള്ള വ്യത്യാസം എടുക്കുക, ഡിവൈഡ് ബൈ സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ പകുതി, അതായത് 1 വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് എഴുതുക അല്ലേ? അപ്പോൾ 9/21 × 100 എടുത്താൽ നമുക്ക് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കിട്ടും. അപ്പോൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എത്ര ശതമാനമാണ്? 300/7%. ഞാനിപ്പോൾ ഇവിടെ ചോദ്യം ശതമാനത്തിലാണ് അപ്രോച്ച് ചെയ്തത്. അപ്പോൾ ഉദാഹരണം പറയുകയാണ്, 10% പലിശ നിരക്കെങ്കിൽ 1 വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് 10%. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് 300/7% എന്നുള്ളത് 21. ഓക്കെ, അപ്പോൾ 300/7% 21 ആണെങ്കിൽ 1% 21 × 7/300 അപ്പോൾ 100% കൊണ്ടുവരണമെങ്കിൽ 2 സൈഡിൽ 100 കൊണ്ട് ഗുണിക്കുക. സിംപ്ലിഫൈ ചെയ്യുക, ഉത്തരം 49 കിട്ടും. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കിട്ടണമെങ്കിൽ 2 വർഷത്തേക്കുള്ളപ്പോഴേ പറ്റത്തുള്ളൂ കേട്ടോ. 3 വർഷമുള്ളപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്യാനൊക്കത്തില്ല. ഇപ്പോൾ പെർസെൻറ്റേജിൽ പെട്ടെന്ന് അപ്രോച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്ത മെത്തേഡാണ്. 2 വർഷത്തേക്ക് കിട്ടണമെങ്കിൽ ഡിഫറൻസ് എടുക്കണം. ഡിഫറൻസ് എന്ന് പറയുമ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും തമ്മിലുള്ള വ്യത്യാസം എടുക്കുക. ഡിവൈഡ് ബൈ SIയുടെ പകുതി. SI എന്ന് വെച്ചാൽ 2 വർഷത്തെയാണ് തന്നേക്കുന്നത്. 2 വർഷത്തെ ആകുമ്പോൾ 2 വർഷത്തിൻ്റെ SIയുടെ പകുതി എന്ന് പറയുമ്പോൾ 1 വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് × 100 എടുക്കുക. ഇതാണ് ഉത്തരം. ഡിഫറൻസ് ബൈ, അതായത് ഡിഫറൻസ് ആക്ച്വലി ഫോർമുല വെച്ച് പറയുകയാണെങ്കിൽ PR²/100² എന്ന് വരും. ഡിവൈഡ് ബൈ 1 വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ PNR/100 ആണ്. അപ്പോൾ 1 വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ PR/100 തരും. അപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആ പെർസെൻറ്റേജ് കിട്ടും. അതാണ് ഇതിൻ്റെ റീസൺ. അപ്പോൾ ഞാൻ പറഞ്ഞ ചുരുക്കം ഇത്രയേ ഉള്ളൂ. 2 വർഷത്തേക്കുള്ള സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും ഉണ്ടെങ്കിൽ സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ പകുതി, അടിയിൽ സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ പകുതി എന്ന് വെച്ചാൽ 1 വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ്, മേളിൽ തമ്മിലുള്ള വ്യത്യാസം, കോമ്പൗണ്ട് ഇൻട്രസ്റ്റും സിമ്പിൾ ഇൻട്രസ്റ്റും തമ്മിലുള്ള വ്യത്യാസം × 100 എടുത്താൽ ഉത്തരവായി. 6 റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. 6 കിട്ടിയാൽ നമുക്കറിയാം 1 വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് 6 തന്നെയാണ്. അതായത് 10% പലിശ നിരക്കെങ്കിൽ 1 വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് 10% തന്നെയാണ്. അപ്പോൾ ഇവിടെ 6 എന്ന് പറഞ്ഞാൽ 300/7%. അപ്പോൾ 1 വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് എത്ര? 300/7%. അപ്പോൾ 300/7% വെച്ചാൽ 21 എന്നാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ അതിൽ നിന്ന് 100% കണ്ടെത്തിയാൽ മതി. അത്രേ ചെയ്തിട്ടുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം. സാരംഗ് ഇൻവെസ്റ്റഡ് സം മണി ഇൻ HDFC at 4% per annum rate of interest. What would be the corresponding simple interest if after 2 years Sarang got 153 as compound interest considering annual compounding? ചോദ്യം ശ്രദ്ധിക്കുക. അതായത് വലിയൊരു സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യമാണ്, വലിയ കാര്യമൊന്നുമില്ല. സാരംഗ് ഒരു നിശ്ചിത തുക, കുറച്ച് മണി 4% പലിശ നിരക്കിൽ ഒരു ബാങ്കിൽ നിക്ഷേപിക്കുന്നു. 4% പലിശ നിരക്കിൽ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വാട്ട് വുഡ് ബി ദി സിമ്പിൾ ഇൻട്രസ്റ്റ്? അങ്ങനെയാണെങ്കിൽ സിമ്പിൾ ഇൻട്രസ്റ്റ് എത്രയാണ്? ആഫ്റ്റർ 2 years, 2 വർഷത്തിന് ശേഷം കിട്ടുന്ന സിമ്പിൾ ഇൻട്രസ്റ്റ് എത്രയാണ്? ഇപ്പോൾ സാരംഗ് ഗോട്ട് 153 ആസ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. അങ്ങനെയാണെങ്കിൽ 2 വർഷത്തിന് ശേഷം സാരംഗിന് കിട്ടുന്ന കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് 153 രൂപയാണെങ്കിൽ 2 വർഷത്തിന് ശേഷം കിട്ടുന്ന സിമ്പിൾ ഇൻട്രസ്റ്റ് എത്രയായിരിക്കും എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? കുറച്ച് തുക 4% പലിശ നിരക്കിൽ നിക്ഷേപിക്കുന്നു. ആ നിക്ഷേപിക്കുന്നത് കോമ്പൗണ്ട് പലിശ പ്രകാരമാണ്. ആ കോമ്പൗണ്ട് പലിശ പ്രകാരം 2 വർഷത്തേക്ക് നിക്ഷേപിച്ചപ്പോൾ സാരംഗിന് 153 രൂപ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആയിട്ട് പലിശയായിട്ട് കിട്ടി. അപ്പോൾ 2 വർഷത്തെ, ചോദ്യത്തിൽ തന്നിരിക്കുന്ന ഇത്രയേ ഉള്ളൂ, 2 വർഷത്തെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് 153 രൂപയാണ് എങ്കിൽ 2 വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് എത്ര രൂപയാണ്? ഇതാണ് ചോദ്യം. ചെയ്തോട് പെട്ടെന്നാവട്ടെ.
അപ്പോൾ നമ്മൾ ഇവിടെ പെർസെൻറ്റേജ് ചെയ്യുന്നത് നല്ലതാണ്. 2 വർഷമൊക്കെ ആകുമ്പോൾ പെർസെൻറ്റേജ് ചെയ്താൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അപ്പോൾ 6 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതാണ് ചെയ്യാം. ഇവിടെയൊക്കെ ഫോർമുലയുണ്ട്, ഞാൻ ഇപ്പോൾ ഫോർമുല പറയുന്നില്ല. അപ്പോൾ നിങ്ങളെങ്ങനെ എടുത്തേക്കുന്നതെന്ന് പഠിച്ചേക്കുന്നതെന്ന് എനിക്കറിയില്ല. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 4% ആണെങ്കിൽ 2 വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്നുള്ളത് 8% ആയിരിക്കും. ആദ്യത്തെ വർഷവും 4%, രണ്ടാമത്തെ വർഷവും 4%, ടോട്ടൽ 8%. അപ്പോൾ 2 വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് 8%. എന്നാൽ 2 വർഷത്തെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം 4+4 കുറച്ചും കൂടെ അധികമുണ്ട്. കാരണം ഇവിടെ പലിശയുടെ പലിശയാണ്, ശതമാനത്തിൻ്റെ ശതമാനമാണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നടക്കുന്നത്. അപ്പോൾ 4+4 കുറച്ചും കൂടെ അധികമുള്ള തുക എന്ന് വെച്ചാൽ 4 × 4/100 എന്നാണ്. 4 × 4/100. അപ്പോൾ നമുക്ക് 16/100 എന്ന് കിട്ടും. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എത്ര 8+ വേണമെങ്കിൽ ചെറുതാക്കാം, വേണമെങ്കിൽ ദശാംശമാക്കാം, അത് നിങ്ങളുടെ ഇഷ്ടം. അപ്പോൾ എത്ര കിട്ടും? 8 + 4/25 എന്ന് കിട്ടും. അപ്പോൾ ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ മിക്സഡ് ഫ്രാക്ഷനിലേക്ക് മാറ്റുമ്പോൾ ഇംപ്രോപ്പറിലേക്ക് മാറ്റുമ്പോൾ 8 × 25 200 + 4 204/25 എന്ന് കിട്ടും. 400 വെട്ടി, അങ്ങനെയാണ് ഇവിടെ 25 കിട്ടിയത്. അപ്പോൾ 8 + 4/25 എന്ന് കിട്ടും. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 204/25 എന്ന് കിട്ടും. അപ്പോൾ അത്രയാണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. അപ്പോൾ ഇവിടെ കിട്ടിയിരിക്കുന്നത് 204 കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് തന്നിട്ടുണ്ട്. 204/25% എത്രയാണ്? അതെന്ന് പറഞ്ഞാൽ 153 ആണ്. എങ്കിൽ ഈ സ്ഥാനത്ത് എന്താക്കണം? നമുക്ക് 8% ആക്കണം. 8% ആക്കണം. ഓക്കെ. അപ്പോൾ നമുക്ക് 1% ആദ്യം 153 × 25/204 അല്ലേ? അങ്ങനെയാണെങ്കിൽ 8% 153 × 25/204 × 8. സിംപ്ലിഫൈ ചെയ്യുക. 8 204 വെട്ടി ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാം, നിങ്ങൾക്ക് ഉത്തരം കിട്ടിയാൽ മതി. 2 8 16 64 കിട്ടി. 8 8 64 28 25 അല്ലേ? ചെയ്ത പ്രൊസീജിയർ ഒക്കെയാണ്, പക്ഷേ 8 204 ഓക്കെ. ചെറിയൊരു കറക്ഷൻ ഉണ്ട് കേട്ടോ, ക്യാൻസലേഷൻ നടത്തിയതിനകത്ത് ചെറിയൊരു കറക്ഷൻ ഉണ്ട്. ഓക്കെ. അപ്പോൾ ചെയ്ത പ്രൊസീജിയർ ഇത് തന്നെയാണ്. നമ്മൾ 2 വർഷത്തെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എഴുതുക. അതെന്ന് പറഞ്ഞാൽ 204/25%. അപ്പോൾ അതിൽ നിന്ന് 1% എഴുതുക. അപ്പോൾ 153 × 25/204 അതിൽ നിന്ന് 8% കണ്ടുപിടിച്ചാൽ സിമ്പിൾ ഇൻട്രസ്റ്റ് ആയി. അപ്പോൾ 8% കണ്ടുപിടിക്കണമെങ്കിൽ 153 × 25/204 × 8 ക്യാൻസലേഷൻ നടത്തുമ്പോൾ ചെറിയൊരു കറക്ഷൻ പറ്റി. 8 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ 2 8 16 4 വരുന്നത്. ഞാൻ 6 ആണെന്ന് ഉദ്ദേശിച്ചാണ് ക്യാൻസൽ ചെയ്തത്, ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ 4 കൊണ്ട് ക്യാൻസൽ ചെയ്യാനൊക്കത്തുള്ളൂ, 8 കൊണ്ട് വെട്ടാനൊക്കത്തില്ല. അപ്പോൾ ഇവിടെ വെട്ടുമ്പോൾ 2 4 8 4 വെട്ടുന്നത്. I4 20 1 4 4 51 കറക്ഷൻ. ഓക്കെ. അവിടെ 8 കൊണ്ട് ഒറ്റയടിക്ക് വെട്ടാനൊക്കത്തില്ല, അല്ലെങ്കിൽ ലാസ്റ്റ് ഡിജിറ്റ് 200 208 വന്നാലേ അത് 8ൻ്റെ മൾട്ടിപ്പിൾ ആവത്തുള്ളൂ. ഓക്കെ. അപ്പോൾ അവിടെ ഒരു കറക്ഷൻ പറ്റി, അത് ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയേ 2 51 25. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാക്കും എനിക്ക് തെറ്റിയിട്ടുണ്ടെന്ന് മനസ്സിലായത്. ഓപ്ഷനകത്ത് ദശാംശമൊന്നും വന്നിട്ടില്ല. അപ്പോൾ അവിടെ വെട്ടിയത് കറക്റ്റ് അല്ലെങ്കിൽ ദശാംശം വരും, അല്ലാതെ ചെയ്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇവിടെ ദശാംശം വരത്തില്ല, അതുകൊണ്ടാണ് തെറ്റ് പറ്റിയെന്ന് മനസ്സിലായത്. അപ്പോൾ ഇവിടെ ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ നോക്കി അടിയിൽ 51 കിട്ടിയ 51 25 വെട്ടാനൊക്കത്തില്ല, 51 2 ഇനി വെട്ടാനൊക്കത്തില്ല. 51 183 ക്യാൻസൽ ചെയ്യാൻ പറ്റും. കാരണം ഒറ്റയുടെ സ്ഥാനത്ത് ഇവിടെ 3 51 പ്രൈം നമ്പർ അല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? 51ൻ്റെ മൾട്ടിപ്പിളാണ് 153. പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. 3 1 1 3 5 15 എന്ന് കിട്ടും. അപ്പോൾ ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ 3 കിട്ടി. അപ്പോൾ 3 × 6 × 25 ഉത്തരം 150 കിട്ടി. അപ്പോൾ ഞാൻ ചെയ്ത പ്രൊസീജിയർ മാത്രം ഒന്നും കൂടെ പറയാം, പെട്ടെന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇവിടെ 4% പലിശ നിരക്ക്. അങ്ങനെയാണെങ്കിൽ 2 വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് 8% എങ്കിൽ 2 വർഷത്തെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ 4 + 4 കുറച്ചും കൂടെ അധികം വരും. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആകുമ്പോൾ അത് കിട്ടണമെങ്കിൽ 4 × 4/100 എടുത്താൽ മതി. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 8 + 4/25 അതിനെ നമ്മൾ ഇംപ്രോപ്പറിലേക്ക് മാറ്റണം. കാരണം എനിക്ക് പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ദശാംശത്തിൽ എഴുതാം, 8.16% എന്ന് എഴുതാം. പക്ഷെ അങ്ങനെ ആക്കിയാൽ വീണ്ടും സിംപ്ലിഫൈ ചെയ്യാനും വെട്ടിക്കളയാനും കുറച്ചും കൂടെ സമയം എടുക്കും. അപ്പോൾ ഇതിനെ നേരെ ഇങ്ങനെ ആക്കാൻ എളുപ്പമാണ്. 204/25% കിട്ടും. അപ്പോൾ 204/25% തന്നിരിക്കുന്നത് 153 എന്നുള്ളത്. അപ്പോൾ അതിൽ നിന്ന് 1% എഴുതുക. അത് കിട്ടണമെങ്കിൽ 25 റൈറ്റ് സൈഡിലേക്ക് കളയുക, 204 റൈറ്റ് സൈഡിലേക്ക് കളയുക. അപ്പോൾ ഒന്ന് മേളിപ്പോയി ഒന്ന് താഴെ വന്നു. 8% കിട്ടണമെങ്കിൽ 2 സൈഡിൽ 8 കൊണ്ട് ഗുണിക്കുക, എന്നിട്ട് സിംപ്ലിഫൈ ചെയ്യുക. ഉത്തരം എത്ര കിട്ടും? 150 കിട്ടും. അപ്പോൾ ശ്രദ്ധിക്കുക, ഉത്തരം 150. ക്ലിയർ? ഇവിടെ 2 വർഷത്തെ ആയതുകൊണ്ട് പെട്ടെന്ന് പെർസെൻറ്റേജ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പോൾ 4% ആണെങ്കിൽ 2 വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് 8%,
2 വർഷത്തെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് 8+4/25 സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 204/25%. അതാ തന്നിരിക്കുന്നത്. അതിൽ നിന്ന് ആ ശതമാനത്തിൻ്റെ സ്ഥാനത്ത് 204/25% സ്ഥാനത്ത് എന്താക്കുക, 8% വെക്കുക. അപ്പോൾ അതിൽ നിന്ന് ആദ്യം 1% എഴുതി, അതിൽ നിന്ന് പിന്നെ 8% കണ്ടുപിടിച്ചു. ബാക്കിയെല്ലാം നമ്മൾ പെർസെൻറ്റേജ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഉത്തരം ചെയ്യും. എത്ര കിട്ടും? 150 കിട്ടും. മനസ്സിലായോ? ആരും ഒന്നും അനങ്ങുന്നില്ല. അനന്തു, അർച്ചന, അഭിജിത്ത്, മനസ്സിലായോടാ? ചെയ്തത് മനസ്സിലായോ? ചെയ്തു പഠിക്കണം ഒന്നും കൂടെ കേട്ടോ. അപ്പോൾ പെർസെൻറ്റേജ് ചെയ്യുക. 2 വർഷമൊക്കെ ആണെങ്കിൽ പെർസെൻറ്റേജ് ചെയ്യുക, ബാക്കിയൊന്നുമില്ല. ഓക്കെ, നമുക്ക് മനസ്സിലാവും ചെയ്തു വരുമ്പോൾ ദശാംശം കിട്ടത്തില്ലെന്ന് മനസ്സിലാകും. കാരണം ഓപ്ഷൻ അങ്ങനെ കൊടുത്തേക്കുന്നത്. കാരണം PYQ ആണിത്, ഓപ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ക്യാൻസലേഷൻ നടത്തുമ്പോൾ ശ്രദ്ധിക്കുക. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം. ദ റേഷ്യോ ഓഫ്, ശ്രദ്ധിക്കുക, ചോദ്യം ഇതാണ്, എളുപ്പമുള്ള ചോദ്യമാണ്. ദ റേഷ്യോ ഓഫ് ദി തേർഡ് പ്രൊപ്പോർഷൻ ഓഫ് 5 and 12 വിത്ത് ദ ഫോർത്ത് പ്രൊപ്പോർഷൻ ഓഫ് 5 and 8 and 9. അതായത് 5ഉം 12ഉം തമ്മിലുള്ള 3-ാം അനുപാതവും 5ഉം 8ഉം 9ഉം തമ്മിലുള്ള 4-ാം അനുപാതവും തമ്മിലുള്ള അംശബന്ധം എത്ര? റേഷ്യോ എത്ര? ഇതാണ് ചോദ്യം. നല്ല ചോദ്യമാണ്. 5ഉം 12ഉം തമ്മിലുള്ള 3-ാം അനുപാതവും 5ഉം 12ഉം തമ്മിലുള്ള 3-ാം അനുപാതം. തേർഡ് പ്രൊപ്പോർഷൻ ഓഫ് 5 and 12 ഈസ് ടു ഫോർത്ത് പ്രൊപ്പോർഷൻ ഓഫ് 5, 8 and 9. 5ഉം 8ഉം 9ഉം തമ്മിലുള്ള 4-ാം അനുപാതവും തമ്മിലുള്ള അംശബന്ധം എത്ര? അപ്പോൾ ആദ്യം നിങ്ങൾ 5ഉം 12ഉം തമ്മിലുള്ള 3-ാം അനുപാതം, എളുപ്പമാണ്. 5ഉം 12ഉം തമ്മിലുള്ള 3-ാം അനുപാതം കണ്ടുപിടിക്കുക. എന്നിട്ട് 5ഉം 8ഉം തമ്മിലുള്ള 4-ാം അനുപാതം കണ്ടുപിടിക്കുക. എന്നിട്ട് അത് തമ്മിലുള്ള റേഷ്യോ എടുക്കുക. പെട്ടെന്നാവട്ടെ. 3-ാം അനുപാതം കണ്ടുപിടിക്കാൻ അറിയാം. 5ഉം 12ഉം തമ്മിലുള്ള 3-ാം അനുപാതം വെച്ചാൽ 12 × 12/5 ആണ് അല്ലേ? 12 × 12/5 ആണ്. ഇനി 5ഉം 8ഉം തമ്മിലുള്ള 4-ാം അനുപാതം വെച്ചാൽ 8 × 9/5 ആണ്. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. 3-ാം അനുപാതം കണ്ടുപിടിക്കണമെങ്കിൽ രണ്ടാമത്തെ സംഖ്യ 2 തവണ ഗുണിച്ചിട്ട് ആദ്യത്തെ സംഖ്യ. 4-ാം അനുപാതം കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യത്തെ സംഖ്യയുടെ അടിയിൽ 3-ാം അനുപാതത്തെ പോലെ തന്നെ. എന്നിട്ട് 8 ഉം 2 3 കൂടെ ഗുണിക്കുക. 8 × 9/5. റേഷ്യോ എടുക്കുക. റേഷ്യോ എടുക്കുമ്പോൾ ഇവിടെ തന്നെ വെട്ടാനൊക്കെ ഒത്തില്ല. അപ്പോൾ റേഷ്യോ എടുക്കുമ്പോൾ നമുക്ക് അറിയാം, 2 സൈഡിൽ നമുക്ക് 5 കൊണ്ട് ഗുണിച്ചാൽ 5 ക്യാൻസലായിപ്പോയി. അതായത് 5ഉം 5ഉം ക്യാൻസലായിപ്പോയി. റേഷ്യോ എന്ന് വെച്ചാൽ ഡിവിഷൻ ആണല്ലോടാ. ഈ റേഷ്യോ എന്ന് വെച്ചാൽ ഡിവിഷൻ ആണല്ലോ. അപ്പോൾ ഒരേ സൈഡിൽ കിടക്കുന്ന സംഖ്യകൾ വെട്ടിക്കളയാം. അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഇവിടെ അടിയിൽ 5 ഉണ്ട്, ഇവിടെ അടിയിൽ 5 ഉണ്ട്. അപ്പോൾ 5 കളയണമെങ്കിൽ 2 സൈഡിൽ 5 കൊണ്ട് ഗുണിച്ചാൽ മതി. 5 ക്യാൻസലായിപ്പോയി. അപ്പോൾ എന്ത് കിട്ടി? ഇനി ബാലൻസ് 12 × 12 ഈസ്റ്റു 8 × 9 കിട്ടി. ഇനി നമുക്ക് രണ്ടിടത്തും 8 ഉണ്ട്, ഇവിടെ 12 ഉണ്ട്. ഈസ്റ്റു എന്ന് വെച്ചാൽ ഡിവിഷനാണ്, അറിയാമല്ലോ. അപ്പോൾ നമുക്ക് 4 ക്യാൻസൽ ചെയ്യാം. 2 4 8 3 4 12. ലെഫ്റ്റ് സൈഡിലെ 4 വെട്ടി, റൈറ്റ് സൈഡിലെ 4 വെട്ടി. റൈറ്റ് സൈഡ് എന്ന് വെച്ചാൽ അടിയിൽ കിടക്കുകയാണ്. റേഷ്യോ എന്ന് വെച്ചാൽ ഈ 2 കുത്തിൻ്റെ അർത്ഥം ഡിവൈഡഡ് ബൈ എന്നാണ്. ഓക്കെ, അപ്പോൾ ഇനി നോക്കുക, ഇവിടെ 3 1. ഇനി 3ഉം 9ഉം വെട്ട 1 3 3 3 9. ഇനി നോക്കിയേ, നമുക്കിവിടെ 2 × 3 6 ആണ്. അപ്പോൾ ഒറ്റയടിക്ക് വേണമെങ്കിൽ വെട്ടാം, നിങ്ങൾ ഇഷ്ടമുള്ള കണക്ക് വെട്ടിയാൽ മതി. 3ഉം 12 വെട്ടി, 4 3 12. 2ഉം 4ഉം വെട്ടി 2. അപ്പോൾ എത്ര കിട്ടി? 2:1. 2:1 ഓപ്ഷൻ എ ആണ് ഉത്തരം. പറഞ്ഞത് മനസ്സിലായി? എന്തെങ്കിലും സംശയമുണ്ടോ? 5ഉം 12ഉം തമ്മിലുള്ള 3-ാം അനുപാതവും 5ഉം 8ഉം 9ഉം തമ്മിലുള്ള 4-ാം അനുപാതവും തമ്മിലുള്ള അംശബന്ധം എത്ര? ഇതാണ് ചോദ്യം. ഒന്നുകൂടെ പറയണോ? ഓക്കെയാണോ പറഞ്ഞത്? ഓക്കെയാണോ? 5ഉം 12ൻ്റെയും 3-ാം അനുപാതം എന്ന് വെച്ചാൽ 12 × 12/5. 5ഉം 8ഉം 9ഉം തമ്മിലുള്ള 4-ാം അനുപാതം വെച്ചാൽ 8 × 9/5. അപ്പോൾ ഇവിടെ റേഷ്യോ എന്ന് വെച്ചാൽ ഓൾറെഡി, അതായത് നമ്മൾ എഴുതിയിരിക്കുന്ന ഇത്രയാണ്. ഗുണിക്കാനും നിൽക്കണ്ട, കാരണം വെട്ടിക്കളയാനുണ്ട്. 12 × 12/5 ഹോൾ ഡിവൈഡഡ് ബൈ 8 × 9/5 എന്നാണ്. ഡിവിഷനാണ്. അപ്പോൾ ഒരേ കണക്ക് കിടക്കുകയാണെങ്കിൽ 5 5 ക്യാൻസലായി, വെട്ടിക്കളഞ്ഞു. തിരിച്ചിട്ട് കുടിക്കാൻ നിൽക്കരുത്. കാരണം റേഷ്യോനെ നമുക്ക് ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ ആക്കാം, പക്ഷേ നമുക്ക് ഇത് ചെയ്യുമ്പോൾ അതങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം നമുക്ക് റേഷ്യോ എന്ന് വെച്ചാൽ ഡിവിഷൻ തന്നെ ആണല്ലോ. അപ്പോൾ ആ ഡിവിഷൻ്റെ ചിഹ്നം, അതായത് 2:2 എന്നുള്ള 2 കുത്ത് അതേ കണക്ക് തന്നെ അവിടെ കാണണം. ഓക്കെ, ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ? യെസ് ഓർ നോ? പറഞ്ഞത് മനസ്സിലായോടാ? അപ്പോൾ 3-ാം അനുപാതം എഴുതി, 4-ാം അനുപാതം എഴുതി, എന്നിട്ട് അത് തമ്മിൽ റേഷ്യോ എടുക്കുകയാണ്. അപ്പോൾ റേഷ്യോ എടുക്കുമ്പോൾ നമുക്ക് 12 × 12/5 ഈസ്റ്റു 8 × 9/5. 2 സൈഡിലും എന്തുണ്ട്? അടിയിൽ 5 കിടപ്പുണ്ട്. അപ്പോൾ അടിയിൽ 5 കളയണമെങ്കിൽ രണ്ടിടത്തും 5 കൊണ്ട് ഗുണിക്കുക.
കാരണം റേഷ്യോ എന്ന് വെച്ചാൽ ഡിവിഷൻ ആയതുകൊണ്ട് ഒരേ സൈഡിൽ 5 കൊണ്ട് ഗുണിച്ചാൽ വാല്യൂ മാറത്തില്ല. അപ്പോൾ 5 ക്യാൻസലായിപ്പോയി. അടിയിൽ 5 ഉണ്ടെങ്കിൽ വെട്ടിക്കളയും. അപ്പോൾ ബാക്കി ഇവിടെ 12 × 12 × 8 ഉണ്ട്. വെട്ടി സിംപ്ലിഫൈ ചെയ്യുക, ഉത്തരം കിട്ടും. അതായത് 12 × 12 വെച്ചാൽ 144 ഈസ്റ്റു 8 × 9 എന്ന് വെച്ചാൽ 72 72ൻ്റെ ഇരട്ടിയാണ് 144. അപ്പോൾ വെട്ടി ക്യാൻസൽ ചെയ്താൽ 2:1. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം, വെട്ടിയിട്ട് ഗുണിച്ചാൽ മതി, അതായിരിക്കും നല്ലത്. അപ്പോൾ ഉത്തരം 2:1 എന്ന് കിട്ടും. ഓപ്ഷൻ എ ആണ്. നമുക്കിവിടെ തിരിച്ചിട്ട് ഗുണിക്കുന്ന പരിപാടി ഇവിടെ ചെയ്യാൻ നിൽക്കണ്ട, ഇവിടെ പ്രശ്നമില്ല, അങ്ങനെ ചെയ്യാൻ നിൽക്കണ്ട. കാരണം റേഷ്യോ എന്ന് വെച്ചാൽ ഡിവിഷൻ ആണെങ്കിൽ പിന്നെ ആ ഡിവിഷനെ മൾട്ടിപ്ലിക്കേഷൻ ആക്കി മാറ്റേണ്ട കാര്യമൊന്നുമില്ല. ഓക്കെ, അങ്ങനെ തന്നെ എഴുതിയാൽ മതി, അങ്ങനെ തന്നെ എഴുതി പഠിച്ചാൽ മതി. ഇവിടെ ശ്രദ്ധിക്കുക, നല്ലൊരു ചോദ്യമാണ്. ഇതും കൂടെ ചെയ്തിട്ട് നമുക്ക് നിർത്താം. ലാസ്റ്റ് ചോദ്യം, ഫൈൻഡ് ദ ഫോർത്ത് പ്രൊപ്പോർഷൻ ഓഫ് 3 hours 20 minutes 1 hour 50 minutes ആൻഡ് 6 hours 20 minutes. അപ്പോൾ ചോദ്യം ഇതാണ്, 3 മണിക്കൂർ 20 മിനിറ്റ്, 1 മണിക്കൂർ 50 മിനിറ്റ്, 6 മണിക്കൂർ 20 മിനിറ്റ്. ഇതിൻ്റെ 4ാം അനുപാതം എത്ര? അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കണം, നമ്മളിവിടെ ഉത്തരം കിട്ടണമെങ്കിൽ അവർ മിനിറ്റ് മിക്സഡ് ആയിട്ടായിട്ട് കിട്ടേണ്ടത്. അപ്പോൾ നമുക്കിവിടെ ശ്രദ്ധിക്കാനൊരു കാര്യമുണ്ട്. നമ്മൾ ഈ 3ാം അനുപാതം 4ാം അനുപാതം അല്ലെങ്കിൽ മീൻ പ്രൊപ്പോർഷനൊക്കെ കണ്ടുപിടിക്കുമ്പോൾ യൂണിറ്റ് ഇട്ട് പൊതുവിൽ ചെയ്യാറില്ല. ഇത് ചോദിച്ച ചോദ്യമാണ്, PYQ ആണ്, 2024 ചോദിച്ചതാണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, 3 മണിക്കൂർ 20 മിനിറ്റ്, 1 മണിക്കൂർ 50 മിനിറ്റ്, 6 മണിക്കൂർ 20 മിനിറ്റ്. ഇതിൻ്റെ 4ാം അനുപാതം എത്ര? അപ്പോൾ 4ാം അനുപാതം യൂണിറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൂണിറ്റ് ഇത് 4ാം അനുപാതം കണ്ടുപിടിച്ചാലും കിട്ടുന്ന യൂണിറ്റ് അതിൽ തന്നെ ആയിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ തന്നിരിക്കുന്ന 3 സമയങ്ങളാണ്. 3 സമയങ്ങളിലും ഓരോ സമയത്തിനകത്ത് അവറും ഉണ്ട് മിനിറ്റും ഉണ്ട്. 2ാമത്തെ സമയത്തിനകത്ത് അവറും ഉണ്ട് മിനിറ്റും ഉണ്ട്. 3ാമത്തെ സമയത്തിൽ അവറും ഉണ്ട് മിനിറ്റും ഉണ്ട്. അങ്ങനെ വെച്ചുകൊണ്ട് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഒന്നുകിൽ എല്ലാത്തിനെയും അവറിലേക്ക് തന്നെ മാറ്റണം, അല്ലെങ്കിൽ എല്ലാത്തിനെയും മിനിറ്റിലേക്ക് തന്നെ മാറ്റണം. ഏറ്റവും നല്ലത് നമുക്കറിയാം, 1 hour എന്ന് പറഞ്ഞാൽ 60 മിനിറ്റ് ആണ്. 1 hour എന്ന് പറഞ്ഞാൽ 60 മിനിറ്റ് ആണ്. 2 hour എന്ന് പറഞ്ഞാൽ 2 × 60 മിനിറ്റ് ആണ്. 3 hour എന്ന് വെച്ചാൽ 3 × 60 ആണ്. അതായത് മണിക്കൂറിനെ മിനിറ്റ് ആക്കണമെങ്കിൽ 60 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ തിരിച്ചാക്കണമെങ്കിൽ ഹരിക്കണം. അപ്പോൾ ഹരിച്ചു കഴിഞ്ഞാൽ ഇതിനെല്ലാം അവറിലേക്ക് മാറ്റിയാൽ ഇവിടെ ഫ്രാക്ഷൻ കയറി വരും. അപ്പോൾ ഫ്രാക്ഷൻ കയറി വരാതിരിക്കണമെങ്കിൽ ഏറ്റവും നല്ലത് ഗുണിക്കുന്നതാണ്. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാം, 3 hour 20 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 3 hour 20 മിനിറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ മാറ്റുവാണ്. 3 hour 20 മിനിറ്റ്, 3 hour 20 മിനിറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം 3 hour + 20 മിനിറ്റ് എന്നാണ്. 3 hourനെ മിനിറ്റിലേക്ക് മാറ്റുമ്പോൾ 3 × 60 180 മിനിറ്റ് എന്ന് കിട്ടും 3 hour എന്ന് വെച്ചാൽ. അപ്പോൾ 180 + 20 മിനിറ്റ്, അതായത് 200 മിനിറ്റ് എന്ന് കിട്ടും. അപ്പോൾ ഞാൻ എല്ലാത്തിനെയും മിനിറ്റിലേക്ക് മാറ്റുകയാണ്. ഓരോ സമയങ്ങളെ മിനിറ്റിലേക്ക് മാത്രം കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ആദ്യം തന്നിരിക്കുന്ന 3 hours 20 മിനിറ്റ് അതിനെ മിനിറ്റിലേക്ക് മാറ്റുമ്പോൾ 200 മിനിറ്റ് എന്ന് കിട്ടും. അടുത്ത സമയം 1 hour 50 മിനിറ്റ് ആണ്. 1 hour + 50 മിനിറ്റ് ആണ്. 1 hour എന്ന് പറഞ്ഞാൽ 60 മിനിറ്റ് ആണ്. അപ്പോൾ 60 + 50 110 മിനിറ്റ് ആണ്. അപ്പോൾ 110 മിനിറ്റ് എന്ന് കിട്ടി. ഇനി 3ാമത്തെ സമയം 6 hour 20 മിനിറ്റ് ആണ്. അപ്പോൾ 6 hour 20 മിനിറ്റ് 6 hour + 20 മിനിറ്റ് ആണ്. അപ്പോൾ 6 hour + 20 മിനിറ്റ്. 6 hour എന്ന് പറഞ്ഞാൽ 6 × 6 6 × 60 എത്ര? 360 + 20 എത്ര? 380 മിനിറ്റ് ആണ്. എന്തെങ്കിലും എഴുതിയതിനകത്ത് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പറയണം. അതായത് അവറിനെ മിനിറ്റ് ആക്കണമെങ്കിൽ 60 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ ടോട്ടലി ഞാനിപ്പോൾ എല്ലാത്തിനും എന്താക്കി? മിനിറ്റാക്കി. ഇനി ഇതിൻ്റെ 4ാം അനുപാതം നിങ്ങൾ കണ്ടുപിടിച്ചാൽ കിട്ടുന്ന യൂണിറ്റ് മിനിറ്റിലായിരിക്കും. ഓക്കെ, അപ്പോൾ 4ാം അനുപാതം വെച്ചാൽ എത്ര? 110 മിനിറ്റ് × 380 മിനിറ്റ് ഡിവൈഡഡ് ബൈ 200 മിനിറ്റ്. മേളിലുള്ള 1 മിനിറ്റും 1 മിനിറ്റും ക്യാൻസൽ ചെയ്തു. ഇതിൻ്റെ റിസൾട്ട് കിട്ടുന്ന മിനിറ്റിലായിരിക്കും. ഓക്കെ, ക്യാൻസൽ ചെയ്യാൻ പാടൊന്നുമില്ല. 0 വെട്ടി 0 വെട്ടി 0 വെട്ടി 0 വെട്ടി 2 38 വെട്ടി 1 2 19 വെട്ടി 19 × 2 ആണ് എത്ര? 19 × 2 ആണ് 38. 19 × 11 അപ്പോൾ 190 + 19 209 മിനിറ്റ് എന്ന് കിട്ടും. 209 മിനിറ്റ്. ഇത്രയും കിട്ടിയത് എല്ലാവർക്കും മനസ്സിലായോ? ഇത്രയും പറഞ്ഞത് ഓക്കെ ആണോ? ക്ലിയർ അല്ലേ? അപ്പം നമ്മൾ ഒന്നുകിൽ എല്ലാം ഒരേ യൂണിറ്റുകളെല്ലാം ഒരേപോലെ ആക്കിയിട്ടേ ചെയ്യാവുള്ളൂ. അപ്പോൾ അവറിലേക്ക് മൊത്തത്തിനെ മാറ്റിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഫ്രാക്ഷൻ കയറി വരും. അത് അവോയ്ഡ് ചെയ്യണം. അത് അവോയ്ഡ് ചെയ്യാൻ ഏറ്റവും നല്ലത് എല്ലാത്തിനെയും മിനിറ്റ് ആക്കുക. അപ്പോൾ 250 മിനിറ്റ്. പക്ഷെ ഉത്തരം മിനിറ്റിൽ മാത്രമല്ല, മിക്സഡായിട്ട് കൊടുത്തേക്കുന്നത്. അപ്പോൾ 289 മിനിറ്റിനെ എന്താക്കുക? അവർ + മിനിറ്റ് എന്നാക്കുക. അപ്പോൾ 250 എന്ന് പറഞ്ഞാൽ 60 കൊണ്ട് ഹരിച്ചാൽ മതി. നമുക്ക് ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്താലോ. അപ്പോൾ 4 മണിക്കൂർ എന്ന് പറയുമ്പോൾ 4 × 60 240. 4 മണിക്കൂറില്ല,
3 മണിക്കൂർ എന്ന് പറയുമ്പോൾ 250നെ 60 കൊണ്ട് ഹരിച്ചാൽ മതി, 250/60 കൊണ്ട് ഹരിക്കുക, എന്നിട്ട് ശിഷ്ടം നോക്കിയാൽ മതി. നമുക്ക് അങ്ങനെയൊന്നും ചെയ്യണ്ട. 3 അവർ എടുത്താൽ 180 ആയി. അപ്പോൾ 3 അവർ എന്ന് പറഞ്ഞാൽ 180 പ്ലസ് എത്ര മിനിറ്റും കൂടെ അധികം വരും? 49 മിനിറ്റും കൂടെ വരും. അപ്പോൾ ഉത്തരം എന്ന് പറഞ്ഞാൽ 29, സോറി 3 അവർ എന്ന് പറഞ്ഞാൽ 180 ആണ് അല്ലേ. 3 അവർ എന്ന് വെച്ചാൽ 3 × 60 180 പ്ലസ് 29 കൂടെ വരുമ്പോഴാണ്, അതായത് 250 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 250 മിനിറ്റിന് നമുക്ക് 180 മിനിറ്റ് പ്ലസ് 29 മിനിറ്റ് എന്ന് സ്പ്ലിറ്റ് ചെയ്യാം. പിന്നെ 150 ആക്കാൻ കാരണം 60ൻ്റെ മൾട്ടിപ്പിൾ ആയിട്ട് എഴുതി. അപ്പോൾ 3 അവർ പ്ലസ് 29 മിനിറ്റ്. അപ്പോൾ ഉത്തരം എന്താണ്? 3 അവർ 29 മിനിറ്റ്. ഇതാണ് ഉത്തരം. ക്ലിയർ ആണല്ലോ? അപ്പോൾ നല്ല ചോദ്യമാണിത്, പാടില്ല. യൂണിറ്റ് ഒരുപോലെ ആക്കുക, എന്നിട്ട് കണ്ടുപിടിക്കുക. മിനിറ്റിലായിരിക്കണം കണ്ടുപിടിക്കേണ്ടത്. എന്നിട്ട് അതിനെ മിക്സ് ഇതിലേക്ക് മാറ്റുക. അതിന് നിങ്ങൾ 60 കൊണ്ട് ഹരിച്ചിട്ട് ശിഷ്ടമൊക്കെ നോക്കുകയാണ്, അതിൻ്റെ കാര്യമൊന്നുമില്ല. കാരണം 250 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 60 മിനിറ്റ് ചേരുന്നതാണ് 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ 250 മിനിറ്റിനകത്ത് 4 മണിക്കൂറില്ല, 3 മണിക്കൂർ. 3 മണിക്കൂർ എന്ന് പറയുമ്പോൾ 180 ആയി. ബാക്കി എത്ര ബാലൻസ് വരുന്നുണ്ട്? 29 മിനിറ്റ്. അപ്പോൾ 3 മണിക്കൂർ 29 മിനിറ്റ്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ബാക്കി ചോദ്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. വലിയ ചോദ്യങ്ങളാണ്, പക്ഷേ പാടുള്ള ചോദ്യങ്ങളൊന്നും അല്ല. ചോദ്യങ്ങളൊക്കെ ലെങ്തി ആണെങ്കിലും ചെയ്യാൻ പറ്റും. അപ്പോൾ അത് നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ നോക്കാം. ഓക്കെ അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, നിങ്ങൾ മാക്സിമം ചോദ്യങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കുക, പറഞ്ഞ കൺസെപ്റ്റ് നോക്കുക, സംശയം കൊണ്ട് ചോദിക്കുക.